നല്ല അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രി ഈവനിങ് സമയത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ ബഥേൽ ഇൻ്റർനാഷണൽ ഫെലോഷിപ്പിൻ്റെ ഈ ഒരു സൂം മീറ്റിങ്ങിൽ കടന്നു വന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പങ്കുവെക്കുവാനൊക്കെ കർത്താവ് നൽകിയ സാഹചര്യത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം കരയറ്റുകയാണ്. പ്രത്യേകിച്ചും പ്രിയപ്പെട്ട ഷാജി പാസ്റ്ററേയും കുടുംബത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ കർത്താവിൻ്റെ ദാസിയിലൂടെ ആ ദേശത്ത് ദൈവം ചെയ്യുന്നതിനെ ഓർത്ത് കർത്താവിന് നന്ദി കരയറ്റുകയാണ്. അടുത്ത ദാസി നമ്മുടെ ചാനലിൽ വന്ന് സാക്ഷ്യം പറഞ്ഞു. ഇതൊക്കെ വളരെ വലിയ അനുഗ്രഹമായി തീർന്നു. അതെല്ലാം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കാം. അല്പസമയങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ നൽകിയ ചെറിയൊരു സന്ദേശം ദൈവമക്കളുമായിട്ട് പങ്കുവെക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. 45-ാമത്തെ സങ്കീർത്തനം നമുക്കൊക്കെ നന്നായിട്ട് അറിയാവുന്ന ഒരു സങ്കീർത്തനമാണ്. സാധാരണ വിവാഹ ശുശ്രൂഷകളിലൊക്കെ കൂടുതൽ വായിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 45-ാമത്തെ സങ്കീർത്തനം. ഒരു കല്യാണ സങ്കീർത്തനമായിട്ടാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ ഈ സങ്കീർത്തനം ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളിൽ ആളുകൾ പ്രസംഗിച്ചിട്ടുണ്ടോ എന്നെനിക്കറിയത്തില്ല. ഉണ്ടെങ്കിൽ തന്നെ വളരെ ചുരുക്കമായിരിക്കും. ഒരു വിവാഹ സങ്കീർത്തനമെന്ന നിലയിൽ ആ ഒരു ചിരപ്രതിഷ്ഠ നേടിയ ഒരു സങ്കീർത്തനം. ഞാൻ ഇന്ന് സന്ധ്യയിൽ ഈ ഒരു മീറ്റിങ്ങിനെ കുറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഇതിനകത്തെ ഒരു വചനമാണ് ഒന്നിച്ച് പങ്കുവെക്കുവാൻ നൽകിയത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു വചനമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ദൈവസന്നിധിയിൽ ഒന്ന് സംശയിച്ചു, ഇതെല്ലാവർക്കും അറിയാവുന്ന വാക്യമല്ലേ, നമ്മളൊക്കെ ഇടയ്ക്ക് പ്രാർത്ഥനയിലൊക്കെ പറയുന്ന ഒരു വാചകമല്ലേ, ഇതിനകത്തുനിന്ന് എന്ത് സന്ദേശമാണ് ഇനിയും പങ്കുവെക്കാനുള്ളത്? വാക്യം പറയുമ്പോഴേ ആളുകൾ മെസ്സേജ് പ്രിപ്പയർ ചെയ്യും. കാരണം അവർക്കറിയാം പാസ്റ്റർ എന്തൊക്കെയാണ് പറയാൻ പോകുന്നതെന്നുള്ളത് ഈ വാക്യത്തിൽ നിന്ന്. 45-ാം സങ്കീർത്തനത്തിൻ്റെ അതിൻ്റെ ഒരു സെക്കൻഡ് 7-ാം വാക്യത്തിൻ്റെ സെക്കൻഡ് പോർഷനാണ്. നിൻ്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. കൂട്ടുകാരിൽ പരമായിട്ട് ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. ഈ ഒരു വാചകമാണ് പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ ഇന്ന് ഈ മീറ്റിങ്ങിന് വേണ്ടി പ്രകാശിപ്പിക്കുവാനിടയായി തീർന്നത്. നമ്മൾ ഇടയ്ക്ക് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഈ വാചകം ഉപയോഗിക്കാറില്ലേ, കൂട്ടുകാരിൽ പരമായിട്ട് ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ദൈവം. പാട്ട് പാടുമ്പോൾ പാടും, കൂട്ടുകാരിൽ പരമായിട്ട് എന്നെ പോറ്റുന്ന നല്ല പെറ്റമ്മയിൽ അൻപേറുന്ന യേശു പോരായോ. ആനന്ദ തൈലം അഭിഷേകം ചെയ്തിരിക്കുന്നത് ആനന്ദ തൈലം കൊണ്ടാണ്. അപ്പം ഞാൻ ഇന്ന് രാത്രിയിൽ ആ ഒരു പ്രത്യേക വാക്കിലാണ് എൻ്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് ചില ചിന്തകൾ ഇട്ടിരിക്കുന്നത്. ആനന്ദ തൈലം. ബാക്കി എല്ലാം അങ്ങോട്ടൊക്കെ മാറ്റി വെക്കാം നമുക്ക്. കൂട്ടുകാരിൽ പരമായിട്ട് എന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യും, അല്ലെങ്കിൽ കൂട്ടുകാരിൽ പരമായിട്ട് എന്നെ മാനിക്കുമെന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മുടെ കൂടെ പഠിച്ചവർ, നമ്മുടെ കൂട്ടുകുടുംബക്കാർ, ഇവരുടെ എല്ലാം മുഖം നമ്മുടെ മുൻപിൽ വരും. അത് വളരെ പ്രൈമറി ആയിട്ടുള്ളൊരു ലെവലാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. വളരെ പ്രാഥമികമായിട്ടൊരു ലെവൽ. അതൊക്കെ വിട്ടിട്ട് അല്പം കൂടെ മുന്നോട്ട് കയറിയിട്ട് അല്പം കൂടെ ഉയർന്ന ഒരു തലത്തിൽ ചിന്തിക്കുന്ന ഒരനുഭവത്തിലേക്ക് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മെ കരം പിടിച്ച് നടത്തുവാൻ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അതിന് നമുക്കൊന്ന് ശ്രമിക്കാം. കർത്താവ് അങ്ങനെ ചെയ്യുക തന്നെ ചെയ്യും. ആനന്ദ തൈലം. ഞാൻ ഈ സൂം മീറ്റിങ്ങിലേക്ക് ആദ്യം കയറിയപ്പോൾ തന്നെ കർത്താവിൻ്റെ ദാസൻ വർഷിപ്പ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ പാടിയത് ആനന്ദമേ പരമാനന്ദമേ എന്നാണ് പാടിയത്. എൻ്റെ മെസ്സേജിൻ്റെ ഒരു ഭാഗം അതിനകത്തുണ്ട്. ഇത് പരമാനന്ദമാണ്. അപ്പോൾ അത് കേട്ടോട്ടാണ് ഞാൻ ഇതിനകത്തോട്ട് കയറിയത്. ആനന്ദമേ പരമാനന്ദമേ എന്ന
ആ പാട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ ഈ വചനം ദൈവം തന്നതിന് ഒരു ഉറപ്പൂടെ നൽകി. കാരണം ഈ മീറ്റിങ്ങിൻ്റെ അകത്ത് കയറിയപ്പോഴേ അതാ കേട്ടത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ദേവദാസനെ പാടി, നിൻ്റെ വാഗ്ദത്തം മാറുകയില്ല, നിൻ്റെ വിശ്വസ്തതയ്ക്ക് മാറ്റമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അഗ്നി നടുവിൽ ഞാൻ ആയിടിലും യോർദാൻ കര കവിഞ്ഞൊഴുകിയാലും അഗ്നി നടുവിലും യോർദാൻ കരയിലും അവൻ എന്നെ കാക്കുമല്ലോ, അല്ലേ? ഇതൊത്തിരി നോസ്റ്റാൾജിയ, ഗ്രഹാതുരത്വം ഉണർത്തുന്നൊരു പാട്ടാണ്. കാരണം ഈ പാട്ട് ശരിക്കും നമ്മുടെ മലയാളക്കരയിൽ പാടി തുടങ്ങിയത് 90കളിലാണ്. അന്ന് ഞങ്ങളുടെ ICPF കാലഘട്ടമാണ്. എനിക്ക് തോന്നുന്നു ICPF നിന്ന് പുറത്തു വന്നൊരു പാട്ടാണെന്ന എൻ്റെ ഒരു ഓർമ്മ. ICPFൻ്റെ എഞ്ചലോസിലുണ്ടായിരുന്ന ഒരു ദേവദാസനാണ് ഈ പാട്ട് എഴുതിയെന്ന എൻ്റെ ഒരു ഓർമ്മ. ഞാൻ ഇടയ്ക്കൊരു ദിവസം അദ്ദേഹവുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ അന്ന് ICPFൻ്റെ ചരൽക്കുന്ന് ക്യാമ്പുകൾക്ക് പാടുന്നൊരു പാട്ടായിരുന്നു. അപ്പോൾ അവിടെ ഗ്രഹാതുരത്വമുണ്ടായി എന്ന് പറയാൻ കാരണം ഈ ICPFൻ്റെ ക്യാമ്പുകളാണ് എൻ്റെ ജീവിതത്തെ വാർത്തെടുത്തത്, എൻ്റെ ആത്മീയ ജീവിതത്തെ പണിതത്, പ്രിപ്പയർ ചെയ്തത്. ഞാൻ പലയിടത്തും പറയുന്നൊരു കാര്യമാണ്, യാതൊരു സങ്കോചവും കൂടാതെ മടി കൂടാതെ പറയുന്നൊരു കാര്യമാണ്, ഞാൻ ICPFൻ്റെ ഒരു പ്രോഡക്റ്റാണ്. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് അന്ന് ഈ ICPFൻ്റെ ക്യാമ്പുകൾക്ക് ഈ പാട്ട് പാടുമ്പോൾ ഭയങ്കര ഒരു ആഴത്തിലൊരു സ്പർശനമായിരുന്നു. പിന്നെ ICPF കാലഘട്ടമൊക്കെ കഴിഞ്ഞ് മുംബൈ പട്ടണത്തിലൊക്കെ വന്ന് പാർക്കുമ്പോൾ ഈ പാട്ട് മറന്നുപോയി. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഈ 2 വരികൾ മനസ്സിൽ വരും. നിൻ്റെ വാഗ്ദത്തം മാറുകയില്ല, നിൻ്റെ വിശ്വസ്തതയ്ക്ക് മാറ്റമില്ല എന്നുള്ള വരികൾ ഇങ്ങനെ ഓടി വരും. പാട്ടിൻ്റെ ആദ്യ ഭാഗമൊക്കെ ഞാനങ്ങ് മറന്നുപോയി. എങ്കിലും 1-2 വരികൾ ഇങ്ങനെ മനസ്സിലെപ്പോഴും ഇങ്ങനെ ഇടയ്ക്ക് വന്ന് ഒന്ന് എത്തി നോക്കി മനസ്സിലൊരു കുളിർമ, ഒരു ആശ്വാസമൊക്കെ നൽകിയിട്ട് തിരിച്ചു പോകും. അങ്ങനെ ഞാൻ പാട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി ICPFൻ്റെ പഴയ പാട്ട് പുസ്തകമൊക്കെ അന്വേഷിച്ച് നടന്നു. കാരണം എങ്ങനെയെങ്കിലും ഈ പാട്ട് തിരിച്ചു കിട്ടണം. പക്ഷേ അന്നൊന്നും ആ പാട്ട് എനിക്ക് തിരിച്ചു കിട്ടിയില്ല. യൂട്യൂബിലൊക്കെ ഒത്തിരി സെർച്ച് ചെയ്തു, ഈ പാട്ട് എവിടെയെങ്കിലും കിടപ്പുണ്ടോ, ഒന്നുകൂടെ കേൾക്കണം എന്നുള്ളൊരാഗ്രഹം കൊണ്ട്. എന്തായാലും കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ ഒരു യൂട്യൂബ് വേർഷൻ കണ്ടുപിടിക്കാനിടയായി തീർന്നു. അത് കേൾക്കാനിടയായി തീർന്നു. ഇമ്മാനുവൽ ഹെൻറി പാടിയ ഒരു വേർഷൻ ഞാൻ കണ്ടുപിടിക്കാനിടയായി തീർന്നു. പക്ഷേ ഇമ്മാനുവൽ ഹെൻറി വളരെ അനുഗ്രഹിക്കപ്പെട്ട ഗായകനാണ്. പക്ഷേ ICPFൻ്റെ വേദിയിൽ കേട്ട ആ സ്പർശനം പിന്നീട് ഒരിക്കലും എനിക്ക് ആ പാട്ട് കേൾക്കുമ്പോൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ ഇന്ന് രാത്രി ആ പാട്ട് ഒന്നുകൂടെ കേട്ടപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അല്പം നോസ്റ്റാൾജിയ, അല്പം ഗ്രഹാതുരത്വം എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് വന്നു. ദൈവം അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ, അല്ലേ? കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കാം ഒരു പക്ഷേ നമ്മുടെ മുഖത്ത് നഷ്ടപ്പെട്ട പുഞ്ചിരിയെ തിരിച്ചു കൊണ്ടുവരാൻ, ഹൃദയത്തിലെ വേദനകളെ മാറ്റാനൊക്കെ കർത്താവ് ഉപയോഗിക്കുന്നു. ഒരു ഒറ്റ പാട്ടിൻ്റെ ഒരു വരി മതി തളർന്നു പോയ ജീവിത സാഹചര്യങ്ങളിൽ നമ്മെ തിരിച്ചു കൊണ്ടുവരാൻ കർത്താവ് ഉപയോഗിക്കുന്നത്. ഞാൻ ഈ അടുത്ത സമയത്ത് എഴുതിയൊരു പാട്ടിൻ്റെ വരി അങ്ങനെയാണ് ഞാൻ എഴുതിയത്. തളർന്നു പോയെന്ന് തോന്നുമ്പോൾ തകരുവാൻ ഇടവരികയില്ല. യേശുവിൻ്റെ അടുക്കൽ വന്നവർ പലപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ അകത്ത് ചിന്തയുണ്ടാകാൻ തളർന്നു പോയെന്ന്, പക്ഷെ തകരാൻ കർത്താവ് സമ്മതിക്കത്തില്ല. സന്തോഷത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. സത്യത്തിൽ ഇന്ന് ഈവനിങ്ങിൽ കുറേ ടെൻഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ടെൻഷൻ ഉള്ളപ്പം സന്തോഷത്തെക്കുറിച്ചൊരു വചനം പറയുന്നത് അത്ര നല്ല ഒരു കാര്യമാണ്. ഞാൻ വൈകിട്ട് ഓർത്ത്, കർത്താവേ, ആകപ്പാട് മനസ്സിൻ്റെ അകത്ത് പല ഈ ചെറിയ പ്രശ്നങ്ങൾ, ഭാരങ്ങൾ ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ, കർത്താവേ, ഇന്ന് വൈകിട്ട് എന്താ ഈ സന്തോഷത്തെക്കുറിച്ച് ഞാൻ പറയേണ്ടത്? പക്ഷേ ഒറ്റൊരു പാട്ടിൻ്റെ ഒരു കുഞ്ഞു വരി മതിയെന്ന് നമ്മുടെ ഉള്ളിലെ മൂഡൊക്കെ ചേഞ്ച് ചെയ്യാൻ. ഞാൻ ഈ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഞങ്ങളുടെ ചർച്ചിൽ ഈ മനസ്സിൻ്റെ സന്തോഷവും ശരീരത്തിൻ്റെ ആരോഗ്യവും എന്ന വിഷയമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിൻ്റെ സന്തോഷവും ശരീരത്തിൻ്റെ ആരോഗ്യവും ഭയങ്കരമായിട്ട് കണക്റ്റഡാണ്. ഞാൻ ഞങ്ങളുടെ ചർച്ചിൽ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലെ സങ്കടത്തെ, മൂഡിനെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. നമ്മളെ ഈ ചില ഈ ഇൻസ്ട്രുമെൻറ്റിലൊക്കെ ഇങ്ങനെ നോബ് ഫിറ്റ് ചെയ്യത്തില്ലേ? ഒരു സൈഡിലോട്ട് വെച്ചാൽ സങ്കടം, അതൊന്ന് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ സന്തോഷം. അങ്ങനെ നിങ്ങളുടെ മനസ്സിനെ, നിങ്ങളുടെ മൂഡിനെ സ്വിങ് ചെയ്യുവാൻ ഒരു നോബൊക്കെ കർത്താവ് നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. എത്ര പേര് ഇത് വിശ്വസിക്കുന്നുണ്ട്? ഞാൻ ഇത് പലപ്പോഴും പ്രാക്ടീസ് ചെയ്യാൻ ഈ അടുത്ത ദിവസങ്ങളിൽ ശ്രമിക്കാറുണ്ട്. സന്തോഷിക്കുവാൻ,
സന്തോഷിക്കാൻ കാരണമൊന്നും ഉണ്ടായിരിക്കത്തില്ല, പക്ഷേ ആ എല്ലാ പ്രതികൂലങ്ങളുടെ നടുവിലും സന്തോഷിക്കുവാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ ജീവിതത്തിൽ സന്തോഷം അനുഭവിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്, അതിൻ്റെ ഒരു എഫക്റ്റ് ഭയങ്കരമാണ്. ജീവിതത്തിലെ എല്ലാ മേഖലകളെയും അത് സ്വാധീനിക്കുവാൻ ഇടയായിത്തീരും. ഞാൻ ആ ഭാഗത്തേക്ക് ഇന്ന് രാത്രി അധികം പോകുന്നില്ല. മനസ്സിൻ്റെ സന്തോഷവും ശാരീരിക ആരോഗ്യം എന്ന വിഷയത്തെക്കുറിച്ച് ഞാൻ ഇന്ന് രാത്രി പോകുന്നില്ല. കാരണം പരിശുദ്ധാത്മാവ് എനിക്ക് ആനന്ദ തൈലം എന്ന് പറഞ്ഞ ഒരു സന്ദേശമാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ഭാഗത്തിലേക്ക് വേഗത്തിൽ വരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 45-ാം സങ്കീർത്തനം ഞാൻ പറഞ്ഞല്ലോ, ഇത് ശലോമോൻ്റെ വിവാഹത്തിന് വേണ്ടി കോരഹപുത്രന്മാരെ കൊണ്ട് എഴുതിച്ച ഒരു സങ്കീർത്തനമായിട്ടാണ് സാധാരണ കണക്കാക്കപ്പെടുന്നത്. എന്താണെങ്കിലും ഒരു വിവാഹ സങ്കീർത്തനം തന്നെ, അതേ ലക്ഷ്യത്തോട് എഴുതിയതെന്ന് സങ്കല്പിക്കപ്പെടുന്ന ഒരു സങ്കീർത്തനം തന്നെയാണ് ഈ 45-ാമത്തെ സങ്കീർത്തനം. ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഒത്തിരി ശക്തമായ വചനങ്ങളുണ്ട്. ഞാൻ പല റിവൈവൽ മീറ്റിങ്ങുകൾക്ക് ഈ 45-ാം സങ്കീർത്തനത്തിൽ നിന്ന് സംസാരിച്ചിട്ടുണ്ട്. അത്രയ്ക്ക് ശക്തമായ മെസ്സേജ് ഈ സങ്കീർത്തനത്തിനകത്തുണ്ട്. ഇതൊരു മശീഹൈക സങ്കീർത്തനം കൂടിയാണ്. കേവലം ശലോമോൻ എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ വിവാഹം എന്നതിനേക്കാൾ അപ്പുറമായിട്ട് ഇതൊരു മശീഹൈക സങ്കീർത്തനം, കർത്താവായ യേശു ക്രിസ്തുവിനെ നിഴലായി കണ്ടുകൊണ്ടുള്ള ഒരു സങ്കീർത്തനം കൂടിയാണ് ഈ സങ്കീർത്തനം. അതുകൊണ്ട് തന്നെ ഈ വചനത്തെ നമ്മളിപ്പോൾ ഈ എടുത്ത 45-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വചനത്തെ ഞാൻ 3 വ്യത്യസ്ത ആംഗിളിൽ നിന്ന് ഇന്ന് രാത്രി നോക്കിക്കാണാനാണ് ശ്രമിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കണം. ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം, കർത്താവേ, ഇതിനകത്തെ ചില വാചകങ്ങൾ എന്നോടുള്ള ദൂതായിരിക്കണം, പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെടണം. ഞാൻ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ വരുമ്പോൾ അങ്ങനെ കേൾക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്, വലിയ കൊതിയോടുകൂടെ. വേദോസം എടുത്ത് വായിച്ചാൽ ഞാനിങ്ങനെ ഓരോ വാക്യവും ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കും, ആവർത്തിച്ച് വായിക്കും. കർത്താവ് ഇതിനകത്തുനിന്ന് എന്താ എനിക്ക് തരാനുള്ളതെന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെ ഒരു വിശപ്പോടെ, ഒരു ആഗ്രഹത്തോടെ ഇരുന്നാൽ ഇന്ന് രാത്രി ഈ പറയാൻ പോകുന്ന സിമ്പിളായിട്ടുള്ള ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഓരോരുത്തരോടും വ്യക്തിപരമായിട്ട് സംസാരിക്കും. ഈ മീറ്റിംഗ് കഴിയുമ്പോൾ നിങ്ങൾ പറയും, പാസ്റ്റർ പറഞ്ഞ ആ ഒരു വാചകം എന്നോടുള്ള ദൂതായിരുന്നു, എനിക്കുള്ള ആലോചനയായിരുന്നു എന്ന് പറയത്തക്കവണ്ണം ആത്മാവിൻ്റെ ഇടപെടൽ ചില മേഖലകളിൽ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. 3 ആംഗിളിൽ ഈ വാചകത്തെ ദൈവമക്കളുടെ മുമ്പിലേക്ക് വെക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ദൈവം. ഒന്നാമത്, ഇത് ഈ സങ്കീർത്തനം കോരഹപുത്രന്മാരെഴുതിയത് ശലോമോൻ എന്ന് പറയുന്ന വ്യക്തിയെ കണ്ടുകൊണ്ടാണ്, ആ രാജാവിനെ കണ്ടുകൊണ്ടാണ്. അതിൻ്റെ ലിറ്ററൽ ഒരു ആപ്ലിക്കേഷൻ ഉള്ളത് ശലോമോൻ എന്ന് പറയുന്ന രാജാവിനെ സംബന്ധിക്കുന്നതാണ്. ശലോമോൻ രാജാവിനെ കുറിച്ച് പറയുകയാണ്, കൂട്ടുകാരിൽ പരമായി ദൈവം നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യും. ശലോമോൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട അനുഭവം ഞാൻ വേഗത്തിൽ ദൈവമക്കളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അത് 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം അതിൻ്റെ 1-ാം അധ്യായത്തിലെ ഒരു ഭാഗമാണ്. നമുക്കൊക്കെ നന്നായിട്ട് അറിയാവുന്ന വേദഭാഗം. രാത്രിയിൽ ശലോമോന് ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് അവനോട് ചോദിക്കുന്ന ചോദ്യം, നിനക്ക് എന്ത് അനുഗ്രഹമാണ് വേണ്ടത്? അവിടെ ദൈവത്തെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ശലോമോൻ ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിന് മുമ്പിൽ ശരിക്കും ദൈവം തന്നെ അത്ഭുത പരതന്ത്രനായി. യേശു കർത്താവ് പണ്ട് അങ്ങനെ ഒന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മത്തായി സുവിശേഷം 8-ാം അധ്യായത്തിൽ ആ ശതാധിപൻ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, എൻ്റെ ബാല്യക്കാരന് സൗഖ്യമാക്കും. ഇത് കേട്ടിട്ട് യേശു തിരിഞ്ഞു നിന്ന് പുറകിൽ അനുഗമിക്കുന്നവരെ നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ ഇസ്രയേലിൽ കൂടി ഇങ്ങനെ ഒരു വിശ്വാസം കണ്ടിട്ടില്ല. യേശുവിനെ പോലും ചിന്തിപ്പിച്ച, ചലിപ്പിച്ച ഒരു വിശ്വാസമാണ് ആ ശതാധിപനുണ്ടായിരുന്നത്. ഇതുപോലെ തന്നെ ഒരു അനുഭവമാണ് ശലോമോൻ്റെ ഉത്തരം കേട്ടിട്ട് ദൈവം ശലോമോനോട് പറയുകയാണ്,
ആ വാക്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ അതിൻ്റെ 2 ദിനവൃത്താന്തം 1-ാം അധ്യായത്തിൻ്റെ ഒരു 17 മുതൽ ഒന്ന് വായിക്കാമെങ്കിൽ, 12 മുതൽ ഒന്ന് വായിക്കാമെങ്കിൽ, ആരെങ്കിലും ഒന്ന് വായിച്ച് സഹായിച്ചാൽ അനുഗ്രഹമായിരിക്കും. ശരി. ആ ഓക്കെ, ഇവിടെ എഴുതിയിരിക്കുകയാണ്, ആർക്കും ലഭിക്കാത്തത് ഞാൻ നിനക്ക് തരാൻ പോകുകയാണ്. നിനക്ക് മുമ്പുള്ള രാജാക്കന്മാരിൽ ആർക്കും ലഭിക്കാത്തത്. ഇവിടെയാണ് കൂട്ടുകാരിൽ പരമായിട്ട് നിന്റെ കമ്പാനിയൻസ്, നിന്റെ സമകാലികർ, അവർക്ക് ലഭിച്ചതിന് അപ്പുറമായിട്ട് ഞാൻ നിനക്ക് ധനവും സമ്പത്തും മാനവും തരുമെന്നാണ് കർത്താവ് ഇവിടെ പറയുന്നത്. ഇത് വല്ലതും ശലോമോൻ ചോദിച്ചതാണോ? ഇതൊന്നും ശലോമോൻ ചോദിച്ചതല്ല. ശലോമോൻ ചോദിച്ച ചോദ്യം എന്താ? ഈ ജനത്തിന് നായകനായിരിക്കേണ്ടതിന് എനിക്ക് ജ്ഞാനവും വിവേകവും തരണമേ. 10-ാമത്തെ വാക്യം. ഇതേ ചോദിച്ചുള്ളൂ കേട്ടോ. ചോദിച്ചത് ജ്ഞാനമാണ്, വിവേകമാണ്. ജനത്തെ നയിക്കാനുള്ള, നമ്മുടെ ഭാഷയിൽ, ആത്മീയ ഭാഷയിൽ പറഞ്ഞാൽ കൃപയാണ് ശലോമോൻ ചോദിച്ചത്. അതിന് ദൈവം ശലോമോനോട് 11-ാമത്തെ വാക്യം, ഇത് നിന്റെ താല്പര്യമായിരിക്കാലും ധനം, സമ്പത്ത്, മാനം, ശത്രു നിഗ്രഹം എന്നിവയോ ദീർഘായുസോ ചോദിക്കാതെ ഞാൻ നിന്നെ രാജാവാക്കി വെച്ച എൻ്റെ ജനത്തിന് ന്യായപാലനം ചെയ്യേണ്ടതിന് ജ്ഞാനവും വിവേകവും ചോദിച്ചിരിക്കാലും. ഇതാ ഞാൻ പറഞ്ഞു, ദൈവത്തിന് അത്ഭുതമായിപ്പോയി. ഇന്ന് വരെ ദൈവം ആരുടെയെങ്കിലും അടുക്കൽ ചെന്നിട്ട് ഞാൻ നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു, നിനക്ക് എന്ത് വേണമെന്ന് ചോദിച്ചാൽ എന്തായിരിക്കാം ആളുകൾ ദൈവത്തോട് ചോദിച്ചിട്ടുള്ളത്? ഈ ചെറിയ ചോദ്യം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഒന്ന് വെക്കുക. ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ മുറിക്കകത്ത് ഇറങ്ങി വന്നതെന്ന് സങ്കല്പിക്കുക. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ? സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം നമ്മുടെ മുറിക്കകത്ത് ഇറങ്ങി വരണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ദൈവത്തിന് സ്തോത്രം. എനിക്കൊരു ഭയങ്കര ആഗ്രഹം അത് കേട്ടോ. ഞാൻ ഈ സാക്ഷ്യങ്ങൾ കൊണ്ടുവരുന്നത് കൊണ്ട് പല ദൈവമക്കളും വന്ന് സാക്ഷ്യം പറയും, കർത്താവിൻ്റെ മുറിയിൽ ഇറങ്ങി വന്നെന്ന്. ആദ്യമൊക്കെ ഞാൻ പറയരുത്, കർത്താവ് ഒരു ദൂതൻ എൻ്റെ മുറിയിലൊന്ന് വരണമെന്ന്. ഞാൻ അത്രയൊരു പൊട്ടനെ പോലെ ഒരു ദിവസം ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, കർത്താവ് നമ്മുടെ ബെഡ്റൂമിൽ ഇറങ്ങി വന്നാൽ, അല്ലെങ്കിൽ ദൂതൻ ഇറങ്ങി വന്നാൽ നിൽക്കാൻ സ്ഥലമൊക്കെ വേണ്ടായി. അപ്പോൾ നമുക്കിവിടെ ഒരു സ്പേസൊക്കെ ഒരുക്കിയിടണ്ടേ, ഫർണിച്ചറൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണ്ടേ? ദൂതൻ വന്നാൽ നിൽക്കുന്ന എവിടെയാ? അത്ര പൊട്ടനെ പോലെ കർത്താവ് എൻ്റെ മുറിക്കകത്തുനിന്ന് ഇറങ്ങി വരണം. അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടൊന്നും തെറ്റൊന്നുമില്ല കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ദൂതൻ വേണ്ട, കർത്താവ് തന്നെ ഇറങ്ങി വരണം എന്നൊരു ആഗ്രഹം എൻ്റെ മനസ്സിനകത്ത് ഇങ്ങനെ വർദ്ധിച്ചു വന്നു. പിന്നെ കുറച്ചുകൂടെ പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ തന്നെ വസിക്കുന്നുണ്ട്. അത് തന്നെ എന്തൊരു വലിയ ഭാഗ്യമല്ലേ. ഞാൻ എൻകൗണ്ടേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ പല ദൈവമക്കളും പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവെ എൻ്റെ മുറിയിലേക്കൊന്ന് ഇറങ്ങി വരണേ. അങ്ങനെ ആഗ്രഹിക്കുന്നതിനൊന്നും തെറ്റില്ല കേട്ടോ. അങ്ങനെ ഒരു എൻകൗണ്ടർ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ആത്മീക ജീവിതം, നമ്മുടെ ശുശ്രൂഷ ജീവിതം, നമ്മുടെ ലൈഫ് ടോട്ടലി മാറും. ഇന്ന് ചിന്തിക്കുന്ന പോലെ നമ്മൾ ചിന്തിക്കത്തില്ല, ഇന്ന് സംസാരിക്കുന്ന പോലെ നമ്മൾ സംസാരിക്കത്തില്ല. ടോട്ടലി നമ്മളെ മാറ്റിക്കളയും കർത്താവ് അങ്ങനെ ഇറങ്ങി വരുന്ന ഒരു എൻകൗണ്ടർ നമുക്കുണ്ടായാൽ. ഈ അടുത്ത സമയത്ത് 1-2 ദൈവമക്കൾ അങ്ങനെ സാക്ഷ്യം പറഞ്ഞു. ബഹ്റിനിലെ AG ചർച്ചിലെ ഹിന്ദി ചർച്ചിലെ പാസ്റ്റർ ഷൈനു എന്ന് പറഞ്ഞ പാസ്റ്റർ നമ്മുടെ ചാനലിൽ വന്ന് കഴിഞ്ഞ ദിവസം സാക്ഷ്യം പറഞ്ഞു. അദ്ദേഹം തമിഴ്നാട്ടിൽ തൂത്തുക്കുടിയിലായിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ എൻകൗണ്ടർ ഉണ്ടാകുന്നത്. അദ്ദേഹം പ്രാർത്ഥിച്ച്, കർത്താവെ എനിക്ക് കർത്താവ് നിന്നെ ഒന്ന് കാണണം, മുറിയിലേക്കൊന്ന് ഇറങ്ങി വരണം. അങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് മുറിക്കകത്ത് ഇറങ്ങി വന്നു. കർത്താവിനെ കണ്ട് പേടിച്ചിട്ട്, അന്ന് അദ്ദേഹം ജോലിക്കാരനാണ്, ജോലി ചെയ്യുകയാണ്, മുറിയിൽ നിന്ന് ഇറങ്ങി ഓടി. കർത്താവിനെ കണ്ട് പേടിച്ചിട്ട് മുറിയിൽ നിന്ന് ഇറങ്ങി ഓടി. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലൊക്കെ വാക്യമില്ലേ, ദൈവത്തിൻ്റെ ആ ഒരു മാനിഫെസ്റ്റേഷൻ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ആളുകൾ ഓടിപ്പോകുന്ന രംഗം പലയിടത്തുണ്ട് കേട്ടോ. ദാവീദ്
ഓർന്നാൻ്റെ കളത്തിൻ്റെ അടുക്കൽ നിൽക്കുമ്പോൾ ദൂതനെ കണ്ടിട്ട് ഓർന്നാൻ്റെ മക്കൾ ഓടിപ്പോയി എന്നൊക്കെ പറയുന്നില്ലേ? ഇതുപോലെ ഈ ദൈവദാസൻ മുറിക്കകത്തുനിന്ന് ഇറങ്ങി ഓടി. 2 മണിക്കൂർ കഴിഞ്ഞാൽ പേടികൊണ്ട് മുറിക്കകത്ത് തിരിച്ചു കയറി വന്നത്. ആദ്യത്തെ അനുഭവമായിരുന്നു. 2ാമത്തെ ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പിന്നെ കർത്താവ് മുറിക്കകത്ത് ഇറങ്ങി വന്നു. അന്നും ഇറങ്ങി ഓടി. 2 മണിക്കൂർ കഴിഞ്ഞാൽ തിരിച്ചു വന്നത്. അന്ന് രാത്രി ദൈവം അദ്ദേഹത്തോട് സംസാരിച്ചേടാ, ഞാനാ നിന്റെ മുറിക്കകത്ത് വരുന്നത്, നീ എന്തിനാ ഓടുന്നത്? അപ്പോൾ ഒരു ധൈര്യം വന്നു. 3ാമത്തെ ദിവസം കർത്താവ് ഇറങ്ങി വന്നപ്പോൾ കർത്താവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ആ സ്നേഹത്തിൻ്റെ തലോടൽ, ആ സ്പർശനം ശരിക്കും അനുഭവിച്ചു. അങ്ങനെ പറ്റുന്നേ. കർത്താവിന് നമ്മെ തൊടാൻ ഒത്തിരി ഇഷ്ടമാണ്. നമ്മുടെ മുറിയിലേക്ക് ഇറങ്ങി വരാൻ ഒത്തിരി ഇഷ്ടമാണ്. ദൂരെ നിൽക്കുന്നൊരു കർത്താവിനെയല്ല നമ്മൾ വിളിക്കുന്നത്, നമ്മളോട് അടുത്ത് സംസാരിക്കുന്ന, ഇടപെടുവാൻ ആഗ്രഹിക്കുന്ന ഒരു കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. ഞാൻ ആദ്യം ഒരു വിത്ത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് ഇടുക. എൻ്റെ ഒരു ആഗ്രഹമാണ്, നിങ്ങളുടെ ഈ സൂം മീറ്റിംഗ് വന്നിട്ട് 1 മണിക്കൂർ സംസാരിച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ 1-2 വിത്ത് നിങ്ങളുടെ ഹൃദയത്തിൽ വീഴണം. ഇന്ന് രാത്രി ഈ വിത്ത് ചിലർ കൈക്കൊള്ളണം. ഒന്നാമത്തെ ഒരു വിത്ത്, കർത്താവിൻ്റെ സാന്നിധ്യം അസാധാരണമാകുന്ന ഒരു എൻകൗണ്ടർ ആഗ്രഹിക്കാനുള്ള ഒരു വലിയ കൊതി നിങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക് വീഴട്ടെ. ഇന്ന് മുതൽ പ്രാർത്ഥിച്ചു തുടങ്ങണം. ഇന്ന് വരെ ഞാൻ അനുഭവിക്കാത്ത ഒരു ദൈവസാന്നിധ്യം എനിക്ക് അനുഭവിക്കണം. ഇത് പോരാ കർത്താവേ, ഇന്ന് വരെ അനുഭവിച്ചത് പോരാ. എനിക്ക് നിന്നെ ഒന്ന് ശരിക്കും അനുഭവിച്ചറിയണം, ഒന്ന് രുചിച്ചറിയണം. എനിക്ക് നിൻ്റെ ശബ്ദം ഒന്ന് കേൾക്കണം. നമ്മുടെ ജീവിതം സമൂലമായിട്ട് മാറും. റാഡിക്കൽ ചേഞ്ച് നമ്മുടെ ജീവിതത്തിലുണ്ടാകും. കർത്താവ് നിങ്ങളുടെ മുറിക്കകത്ത് ഇന്ന് ഇറങ്ങി വന്നിട്ട് ചോദിക്കുകയാണ്, എനിക്ക് നിന്നിൽ ഒത്തിരി സന്തോഷം കേട്ടോ, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? എന്തായിരിക്കാം നമ്മുടെ മറുപടി? പറയണ്ട, മനസ്സിലൊന്ന് കുറിച്ച് വെച്ചാൽ മതി. ഇന്ന കാര്യങ്ങൾ ഞാൻ ചോദിക്കും. ചോദിക്കുന്ന കാര്യങ്ങൾ ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞല്ലേ, കൂട്ടുകാരിൽ പരമായിട്ട് എന്നെ പോറ്റുന്ന എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണ് കാണുന്നത് നമ്മുടെ കൂടെ പഠിച്ചവരുടെ മുഖങ്ങൾ, നമ്മുടെ കൂട്ടുകുടുംബക്കാരുടെ മുഖങ്ങൾ, നമ്മുടെ സ്നേഹിതരുടെ മുഖങ്ങൾ. ഇതൊക്കെയാണെങ്കിൽ നമ്മൾ വളരെ പ്രൈമറി ലെവലിൽ ആഗ്രഹിക്കുന്നവരാണ്, വളരെ ബാലിശമായ ആഗ്രഹങ്ങളുള്ളവരാണ് നമ്മൾ. അവരെക്കാട്ടിലൊക്കെ കൂടുതൽ എനിക്ക് ഉന്നതനാകണം, എനിക്ക് വളരണം, എനിക്ക് വലുതാകണം, മാനിക്കപ്പെടണം. അങ്ങനെ മാനിക്കപ്പെടുന്നൊന്നും തെറ്റാന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. അതൊക്കെ ദൈവത്തിൻ്റെ നീതിയാണ്. ദൈവം പലരെയും അങ്ങനെ മാനിച്ചിട്ടുണ്ട്, ഇന്നും മാനിക്കാൻ വിശ്വസ്തനാണ്. പക്ഷെ അതിലൊക്കെ അപ്പുറമായ ഒരു ലെവലുണ്ട് പ്രിയമുള്ളവർ. അങ്ങനെ ഒരു പ്രൈമറി ലെവലിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ നമ്മുടെ ചോദ്യത്തിൻ്റെ ദൈവം ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരമായി നമ്മൾ പറയുന്നത് പലപ്പോഴും ചില ഭൗതിക വിഷയങ്ങളെക്കുറിച്ചായിരിക്കും. ചിലപ്പോഴൊക്കെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ നമ്മൾ ചോദിച്ചു കളയും. ചെറിയ ആവശ്യങ്ങൾ. ചെറിയ ആവശ്യം എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയ ആവശ്യങ്ങൾ ചോദിച്ചു കളയും. താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. ഈ ശമരിയാക്കാരത്തി സ്ത്രീയോട് കർത്താവ് പറഞ്ഞൊരു സെൻറ്റൻസ് ഉണ്ട് കേട്ടോ. എന്താ സെൻറ്റൻസ് എന്നറിയാമോ? ശമരിയാക്കാരത്തി സ്ത്രീ പറഞ്ഞു, എനിക്ക് ആ വെള്ളം തരണമെന്ന് പറഞ്ഞു. ഏതേ ഈ ആക്ഷരികമായ വെള്ളം അവൾ ആഗ്രഹിക്കുന്നത്. ഇനി എനിക്കിങ്ങോട്ട് കോരാൻ വരണ്ടായല്ലോ, ഈ വെള്ളം ഇതിൻ്റെ ഒരു കണക്ഷൻ വീട്ടിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തിനാ ഈ ഉച്ചയ്ക്ക് നട്ടുച്ച നേരത്ത് ഈ വെള്ളം കോരാൻ വരുന്നത്? യേശുവിനോട് പറയുന്ന സെൻറ്റൻസ്, നീ ദൈവത്തിൻ്റെ എന്താ പറയുന്നത്? ദാനവും നിന്നോട് സംസാരിക്കുന്നവൻ ആരെന്നും നീ അറിഞ്ഞിരുന്നുവെങ്കിൽ. അതൊരു മലയാളം പറച്ചില്ല കേട്ടോ, അങ്ങനല്ല വാക്യം. നീ ദൈവത്തിൻ്റെ ദാനം എന്നല്ല ശമരിയാക്കാരത്തി സ്ത്രീയോട് യേശു പറയുന്നത്. അങ്ങനെ പ്രസംഗിച്ച പ്രസംഗങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. നീ ദൈവത്തിൻ്റെ ദാനം, ശമരിയാക്കാരത്തി സ്ത്രീയെ നീ ദൈവത്തിൻ്റെ ദാനമാകുന്നു. നമ്മൾ വേദോസം കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചു നോക്കിയാൽ ആ വാക്യത്തിൻ്റെ ശരിയായൊരു അർത്ഥം, നീ ദൈവത്തിൻ്റെ ദാനത്തെക്കുറിച്ചും, ഇഫ് യു നോ അബൌട്ട് ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ്, നീ ദൈവത്തിൻ്റെ ദാനമെന്നല്ല, നീ ദൈവത്തിൻ്റെ ദാനത്തെക്കുറിച്ചറിയുന്നുവെങ്കിൽ, നിന്നോട് സംസാരിക്കുന്നവൻ ആരെന്നറിയുന്നുവെങ്കിൽ നീ അവനോട് ചോദിക്കുമായിരുന്നു. എന്ത് ചോദിക്കുമായിരുന്നു? ദാതാവിൻ്റെ കപ്പാസിറ്റി അറിഞ്ഞ് ചോദിക്കുമായിരുന്നു. കേൾക്കുന്നുണ്ടോ? ദാതാവ് ആരാ നിന്റെ മുമ്പിൽ നിൽക്കുന്നത്? ആരാണ് ഈ ശമരിയാക്കാരത്തി സ്ത്രീയെ നിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്? ഒരു സാധാരണ പ്രവാചകനാണോ? അല്ല.
അവൾ യേശുവിനെക്കുറിച്ചുള്ള അറിവിലൊരു പ്രോഗ്രഷൻ ഉണ്ട് കേട്ടോ. ആദ്യം അവൾ യേശുവിനെക്കുറിച്ച് പറഞ്ഞു, നീ ഒരു യഹൂദനാണ്. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ യേശു അവളുടെ ജീവിതത്തിലെ ചില രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയപ്പോൾ അവൾ പറഞ്ഞു, നീ ഒരു പ്രവാചകനാണ്. അപ്പോൾ ഇപ്പോൾ ഒരു പ്രവാചകനാണെന്നുള്ള ബോധ്യത്തിലാണ് അവൾ നിൽക്കുന്നത്. പക്ഷെ അതിനപ്പുറമായിട്ട് ഒരു റെവലേഷൻ അവൾ പ്രാപിച്ചേ മതിയാകത്തുള്ളൂ. യേശുവിനെക്കുറിച്ച് പലർക്കും പല റെവലേഷനാണ് കേട്ടോ. അവരുടെ വാക്കുകളിൽ, സംസാരങ്ങളിലൊക്കെ ആ വെളിപ്പാട് പ്രകടമായി വരും. അതൊക്കെ പാർഷ്യൽ റെവലേഷൻസ് ആണ്, ഭാഗികമായ വെളിപ്പാടുകളാണ്. ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയാം. ഒരിക്കൽ ഫേസ്ബുക്ക് വോളിൽ ആരോ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: യേശുവിൻ്റെ ഒരു ഫോട്ടോ, യേശുവിൻ്റെതെന്ന് പറയുന്ന ഫോട്ടോ. ആരും വഴക്കുണ്ടാക്കാൻ വരില്ല, യേശുവിൻ്റെ ഫോട്ടോ വാസ്റ്റർ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ച്. യേശുവിൻ്റെ എന്ന് നാട്ടുകാർ പറയുന്നൊരു ഫോട്ടോ ഉണ്ടല്ലോ, താടി മീശയൊക്കെ ഉള്ളൊരു യേശു, ആ ഫോട്ടോയാണ് ഇട്ടത്. പക്ഷെ ചെറിയ വ്യത്യാസമുണ്ട്. ടൈയും കോട്ടും കെട്ടിയ യേശുവാണ്. പിന്നെ കഴുത്തിൽ ഒരു സ്റ്റെതസ്കോപ്പ് ഇട്ടിട്ടുണ്ട്. താഴെ ഒരു അടിക്കുറിപ്പുണ്ട്, ഡോക്ടർ യേശു. അപ്പോൾ എനിക്ക് വളരെ ചിരി വന്നത് കണ്ടിട്ട്. കാരണം ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം യേശു ഒരു ഡോക്ടറാണ്. ഈ ശമരിയാക്കാരത്തി സ്ത്രീക്കുണ്ടായ പ്രാഥമിക റെവലേഷൻ പോലെയാണ്. പ്രവാചകനാ നീ ആരാണ് പ്രവാചകൻ? യേശുവിനെ പല വിധത്തിൽ കാണുന്ന ആളുകളുണ്ട്. ചിലർക്ക് യേശു ഒരു ഡോക്ടറാണ്. നമ്മൾ പ്രസംഗിക്കുമ്പോൾ പടത്തിലെ അവൻ വൈദ്യന്മാരുടെ വൈദ്യനാണ്, വലിയ ഡോക്ടറാണ്. അതൊക്കെ പ്രാഥമിക റെവലേഷനാണ്, വളരെ പ്രിലിമിനറിയാണ്, ബേസിക്കാണ്. അതിനപ്പുറമായിട്ടുള്ളൊരു റെവലേഷനുണ്ട്, അതിനപ്പുറമായിട്ടുള്ളൊരു വെളിപ്പാട് അല്ലെങ്കിൽ ഒരു ലെവലുണ്ട് കേട്ടോ. ചിലർക്കൊക്കെ യേശു ഡോക്ടറാണ്. അതിനോടൊരു ചെറിയ പ്രശ്നമുണ്ട്. പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെയൊക്കെ പരിചയമുള്ള നല്ല നല്ല ഒത്തിരി ഡോക്ടർമാരില്ലേ? എല്ലാ ദിവസവും നമ്മൾ ആ ഡോക്ടറെ കാണാൻ പോകുമോ? ഇല്ല. അസുഖം ഉള്ളപ്പോഴേ നമ്മൾ ഇത് ചെയ്യത്തുള്ളൂ, ആ ഡോക്ടറെ കാണാൻ പോകത്തുള്ളൂ. കാണാൻ ചെന്ന് അദ്ദേഹം ഒരു 5 ദിവസത്തെ മരുന്ന് എഴുതി തരും. 5-ാം ദിവസം പിന്നെയും വരാൻ പറയും. നമ്മൾ പോകത്തില്ല. 6-ാം ദിവസം നമ്മൾ പോകത്തില്ല. 5-ാം ദിവസം പോകത്തില്ല. എന്താ കാരണം നമ്മുടെ അസുഖം മാറി. അസുഖം മാറിക്കഴിഞ്ഞാൽ പിന്നെ ഡോക്ടറെ കാണാൻ പോകത്തില്ല. പലർക്കും യേശു കേവലം ഒരു ഡോക്ടർ. അസുഖം വരുമ്പോൾ മാത്രം യേശുവിനെ കാണാൻ വരും. റെവലേഷൻ്റെ വളരെ പ്രാഥമിക ലെവലിൽ നിൽക്കുന്നത് കൊണ്ടുള്ളൊരു പ്രശ്നമാണത്. ഞങ്ങളുടെ ചർച്ചിൻ്റെ ആരംഭകാലത്ത് ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കാൻ വന്നു. ശിവ് ചരൺ ദാസ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ബംഗാളിൽ നിന്നുള്ളൊരു സഹോദരനാണ്. ഇത് ആദ്യമായിട്ട് ഞങ്ങളുടെ ചർച്ചിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്. വളരെ മോശം എന്ന് പറഞ്ഞാൽ ഡോക്ടർമാരൊക്കെ കൈവിട്ട ഒരു കേസ്. എൻ്റെ മുമ്പിൽ ആ മനുഷ്യൻ നിൽക്കുമ്പോൾ ഞാൻ ഓർത്ത്, ഈ മനുഷ്യൻ മിക്കവാറും മരിച്ചു പോകും. സത്യം പറയുന്നത് കേട്ടോ. കാരണം അതുപോലെ അദ്ദേഹത്തിൻ്റെ കണ്ടീഷൻ കണ്ടിട്ട് ഒരു മിറക്കിൾ പോലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വയ്യാത്ത പോലെ ഉള്ളൊരു ആരോഗ്യസ്ഥിതി. എനിക്ക് ആ മനുഷ്യൻ്റെ തലേ കൈവെക്കാൻ പേടിയായിരുന്നു. കാരണം നമ്മളെങ്ങാനും തലേ കൈവച്ച് ഇയാൾ സ്ലെയിൻ ഡൈവ് എല്ലാം വീഴുവെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് മതി ചിലപ്പോൾ അയാൾക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കാൻ. പേടിച്ച തലേ കൈവച്ച്, കർത്താവേ കുഴപ്പമൊന്നും വരല്ലേ, പ്രാർത്ഥിച്ചു. 2-3 ആഴ്ച ആ മനുഷ്യൻ സഭായോഗത്തിന് വന്നു. പിന്നെ ആളിനെ കണ്ടില്ല. ഞാൻ സത്യം പറയാമല്ലോ, കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു ആൾ ചത്തുപോയിക്കാണോ അതാ വരാത്തതെന്ന്. ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ ബൈന്ദർ റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ എന്തോ ആവശ്യത്തിന് ട്രെയിൻ പിടിക്കാൻ ചെന്നപ്പോൾ ഒരു മനുഷ്യൻ നല്ല മിടുക്കനായിട്ട് പാൻറ്റും ഷർട്ടൊക്കെ ഇൻസേർട്ടൊക്കെ ചെയ്ത് നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞ നല്ല കുട്ടിക്കുറുമ്പനെ പോലെ നിൽക്കുന്നു. ശരിക്കും അന്ന് എല്ലാം കൂടി ഒരു 35-40 കിലോയേ ഉള്ളായിരുന്നു ഞങ്ങളുടെ ഉറപ്പിൽ പ്രാർത്ഥിക്കാൻ വരും. ഇന്നൊരു 55-60 കിലോ വെയിറ്റ് നിൽക്കുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇയാളുടെ ഒരു ഷേപ്പ് ഉണ്ട്. ഏതാ പണ്ട് വന്ന പുള്ളിയുടെ ഒരു ഷേപ്പ് ഉണ്ട്. അപ്പം ഞാൻ ഇദ്ദേഹത്തോട്ട് പോയി അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ശിവചരൺ ദാസ് അല്ലയോ? അപ്പം പറഞ്ഞു, അതെ ആന്നു. പാസ്റ്ററെ കണ്ടപ്പോൾ വലിയ സന്തോഷം. എന്നിട്ട് എടുത്ത വായിൽ എന്നോട് പറയാ, യേശു എന്നെ സൗഖ്യമാക്കി. ശരിക്കും കംപ്ലീറ്റ് ഹീലിംഗ് ആയി മനുഷ്യൻ. ഒരു 3-4 മാസം കൊണ്ട് 10-20-25 കിലോ വെയിറ്റ് ഗെയിൻ വരെയാക്കി വന്നു. അപ്പം ഞാൻ അയാളോട് ചോദിച്ചു, അയ്യോ ഇത്രയും വലിയ സൗഖ്യം കിട്ടിയിട്ട് എന്താ പിന്നെ ചർച്ച വരാത്തത്? അപ്പം പുള്ളി എടുത്ത വായിൽ എന്നോട് പറയാ, സൗഖ്യം കിട്ടിയില്ലേ, ഇനി എന്തിനാ വരുന്നതെന്ന്. ഞാൻ പറഞ്ഞല്ലോ, അയാൾ ഡോക്ടർ യേശുവിനെ കാണാനാണ് വന്നത്. ഡോക്ടർ യേശുവിനെ കിട്ടി, പിന്നെ ആളിന് അങ്ങോട്ട് പോകേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പം നമ്മളിങ്ങനെ യേശുവിനെ പല റെവലേഷൻസിൽ നിർത്തുന്നുണ്ട്. നമ്മുടെ ആവശ്യങ്ങളുടെ മണ്ഡലത്തിൽ ചിലപ്പോൾ ചിലർക്ക് യേശു കൗൺസിലറാണ്, അല്ലേ? അങ്ങനെയൊക്കെ പറയത്തില്ല. ഏറ്റവും നല്ല കൗൺസിലറാണ് യേശു. നല്ല കാര്യം, കൗൺസിലറാണ്, ഡോക്ടറാണ്. ചിലർക്ക് യേശു ഫിനാൻഷ്യൽ കൺസൾട്ടൻ്റാണ് കേട്ടോ. നമ്മൾ ആകെപ്പാടെ പൊട്ടി നിൽക്കുമ്പം, കർത്താവേ
ഏത് ഷെയർ എടുത്താൽ രക്ഷപ്പെടുമെന്ന് ചോദിക്കാൻ. ഹല്ലേലൂയ. ഞാൻ ഈ ഷെയറിലൊക്കെ ട്രേഡ് ചെയ്യുന്നതിന് എതിരാണ് കേട്ടോ. ഞാൻ ഒരിക്കലും ഒരു മീറ്റിങ്ങിൽ അത് പ്രസംഗിച്ചു. കേരളത്തിൽ നിന്നൊരു ഷെയർ ബ്രോക്കർ എന്നെ വിളിച്ചിട്ട് ഭയങ്കര ബഹളം ഉണ്ടാക്കി. നിങ്ങൾ ആ വാക്ക് പിൻവലിക്കണം, ക്ഷമ ചോദിക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ കൺവിക്ഷൻസിൽ നിന്ന് ഞാൻ മാറത്തില്ല. വടവർ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഷെയറിൽ ഇൻവോൾവ് ആയിട്ടുണ്ടാവരുണ്ടാകാം. ഇത് ഫിന്നി പാസ്റ്ററുടെ പൊട്ടം ബുദ്ധിക്കകത്ത് പറഞ്ഞാന്ന് ചിന്തിച്ചങ്ങ് വിട്ടേര് കേട്ടോ. എന്തായാലും ചിലർക്ക് യേശു ഫൈനാൻഷ്യൽ കൺസൾട്ടൻ്റ്. കർത്താവെ നാളെ ഏത് കമ്പനിയാണ് പൊങ്ങുന്ന നിന്നെ എന്നോടൊന്ന് പറയണം. വളരെ പ്രിലിമിനറിയാ കേട്ടോ. ഞാൻ പറഞ്ഞില്ല, വളരെ പ്രാഥമികമാണ് യേശുവിനെ കുറിച്ചുള്ള റെവലേഷൻ. ഈ ശമരിയാക്കാരത്തി സ്ത്രീയോട് യേശു പറയുകയാണ്, നീ ഇപ്പം വന്നെത്തി നിൽക്കുന്ന റെവലേഷൻ ജീസസിനെ ഒരു പ്രോഫറ്റായി കാണുന്ന റെവലേഷനാണ്. നിന്റെ അന്തരംഗത്തിലുള്ള രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു പ്രോഫറ്റ് മാത്രമാണ് നിനക്ക് യേശു. പക്ഷേ അതിനപ്പുറമായൊരു യേശുവിനെ കുറിച്ച് നീ അറിയണം. ഇഫ് യു നോ അബൌട്ട് ദ ഗിഫ്റ്റ്സ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ദാനത്തെക്കുറിച്ച് നിനക്കറിയാമെങ്കിൽ, ഓ മൈ ഗോഡ്, ഹല്ലേലൂയ, നിന്നോട് സംസാരിക്കുന്നവൻ ആരെന്ന് നീ തിരിച്ചറിഞ്ഞാൽ നീ അവനോട് ചോദിക്കും. എന്തു ചോദിക്കും? ഹല്ലേലൂയ. ഒരു നേരം കുടിച്ചാൽ ദാഹം പറ്റുന്ന വെള്ളം നീ ചോദിക്കത്തില്ല. ഒരിക്കലും ദാഹം പറ്റാത്ത നിത്യജീവൻ്റെ വെള്ളമേ നീ ചോദിക്കത്തുള്ളൂ. ശരിയല്ലേ? ദാതാവിനെ അറിഞ്ഞ് ദാനം ചോദിക്കണം. നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് കേട്ടാട്ടെ. ദാതാവിനെ അറിഞ്ഞ് ദാനം ചോദിക്കണം. ചെറിയ ചെറിയ ആവശ്യങ്ങൾ ചോദിച്ചിട്ട്. ഞാൻ സത്യം പറയാമല്ലോ, എൻ്റെ ശരീരത്തൊക്കെ ചിലപ്പോഴൊക്കെ ചെറിയ വേദനയും ചെറിയ അസുഖങ്ങളും വെളിപ്പെടുമ്പം എൻ്റെ മനസ്സ് പറയടാ, ഒരു 3 ദിവസം ഫാസ്റ്റിംഗ് എടുക്കാം. ഏതിന്? ഈ അസുഖം മാറാനേ. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ പറയാം, എന്തൊരു പൊട്ടത്തരമാണ് ഞാൻ പറഞ്ഞത്. ഈ ചെറിയ അസുഖം മാറാൻ 3 ദിവസം ഫാസ്റ്റിംഗ് എടുക്കണം. ഈ ചെറിയ അസുഖം മാറാൻ ഞാൻ 21 ദിവസം ഫാസ്റ്റിങ്ങിൽ ഇരിക്കണം. ഇല്ല, ഞാനൊരു 3 ദിവസം ഇരിക്കുകയാണെങ്കിൽ, ഞാനൊരു 7 ദിവസം ഇരിക്കുകയാണെങ്കിൽ, ഞാനൊരു 21 ദിവസം ഇരിക്കുകയാണെങ്കിൽ എനിക്ക് ചിലത് എൻ്റെ യേശുവിൽ നിന്ന് പ്രാപിക്കണം. അത് വേറെ ആർക്കും തരാൻ പറ്റാത്തത് അവൻ്റെ കയ്യിലേ ഉള്ളൂ. ഈ സൗഖ്യവും വിടുതലും ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂവും ഒക്കെ, ഹല്ലേലൂയ, നിങ്ങൾ എന്നെ ഒന്ന് കേൾക്കണം കേട്ടോ. അത് പലപ്പോഴും ലോകത്തിലെ പല ഏജൻസീസിനും പല വ്യക്തികൾക്കും നിങ്ങൾക്ക് തരാൻ പറ്റും. പക്ഷെ നിങ്ങൾ പോയി നിൽക്കുന്നത് ആരുടെ മുമ്പിലാണെന്നറിയാമോ? അവന് മാത്രം തരാൻ പറ്റുന്ന, ദാറ്റ് സംതിങ് വിച്ച് ഹീ ക്യാൻ ഓൺലി ഗീവ്. അവന് മാത്രം തരാൻ പറ്റുന്ന ചിലതുണ്ട്. അവനോട് ചോദിക്കുകയാണെങ്കിൽ, ഹല്ലേലൂയ, അതേ ചോദിക്കാവുള്ളൂ. യേശു നിങ്ങളുടെ മുറിക്കകത്ത് ഇറങ്ങി വന്നാൽ ഈ കുഞ്ഞു ചോദ്യങ്ങൾ ചോദിച്ച് വേസ്റ്റ് ആക്കരുത് കേട്ടോ. ഹല്ലേലൂയ. യേശു നിങ്ങളുടെ മുറിക്കകത്ത് ഇന്ന് രാത്രി ഒന്ന് ഇറങ്ങി വരികയാണെങ്കിൽ, ഹല്ലേലൂയ, ചെറിയ ചോദ്യങ്ങൾ. കർത്താവിൻ്റെ മുട്ടുവേദന മാറ്റണം. എൻ്റെ പൊന്നു ദൈവമക്കളെ, അഖിലാണ്ടത്തെ നിർമ്മിച്ച സർവശക്തനായ ദൈവം, ദ ക്രിയേറ്റർ, നിങ്ങളുടെ മുറിയിൽ ഇറങ്ങി നിൽക്കുക, എൻകൗണ്ടർ ഉണ്ടായി നിൽക്കുക. നിങ്ങൾ ഈ മുട്ടുവേദനയുടെ കാര്യമൊക്കെ പറഞ്ഞ് നിങ്ങൾ വേസ്റ്റ് ആക്കല്ല. വേറെ ആർക്കും തരാൻ പറ്റാത്ത ചിലത് നിങ്ങൾ ചോദിക്കണം. അതാ ശലോമോൻ്റെ ബുദ്ധി. ശലോമോൻ ധനമോ മാനമോ ശത്രുസംഹാരമോ ഒന്നും ചോദിച്ചില്ല. നമ്മൾ ശത്രുസംഹാരം ചോദിക്കും അല്ലേ? ശത്രുസംഹാരം. ഞാൻ നമ്മുടെ ചാനലിൽ അങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു, പെന്തക്കോസ്തുകാർ ചെയ്യുന്ന കൂടോത്രങ്ങൾ എന്ന് പറഞ്ഞ്. പെന്തക്കോസ്തുകാർ കൂടോത്രം ചെയ്യുമോ? നമ്മുടെ എതിര് പ്രാർത്ഥനയുണ്ടല്ലോ. ചിലർ സാക്ഷ്യം പറയും, എൻ്റെ ബോസ് എനിക്ക് ഭയങ്കര എതിരായിരുന്നു, ഞാൻ പ്രാർത്ഥിച്ചു, ദൈവം എൻ്റെ കസേര തെറിപ്പിച്ചെന്ന്. എനിക്ക് അങ്ങനെ ഒരു കർത്താവിനെ അറിയത്തില്ല കേട്ടോ. ഞാൻ പഠിച്ചിട്ടുള്ള പുതിയ നിയമത്തിലെ യേശു അങ്ങനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച യേശു അല്ല. ഞാൻ പറഞ്ഞു, ഇത് പെന്തക്കോസ്തുകാരുടെ കൂടോത്രമാണ്. പാവം പിടിച്ച ബോസ്, എന്ത് ഗ്രഹപ്പഴയ്ക്കാണ് നിന്റെ ബോസായിട്ട് മാറിയത്. അപ്പം ശത്രുസംഹാരം അല്ലേ? ശത്രുസംഹാരം. ഈ മറ്റ് വിശ്വാസങ്ങളിലൊക്കെ ശത്രുസംഹാര പൂജയുണ്ട്. നമ്മൾ ഇടയ്ക്കൊക്കെ പ്രാർത്ഥിച്ച് കളയും, കർത്താവേ എൻ്റെ ശത്രുക്കളെ എൻ്റെ പാദപീഠമാക്കണം. പോകട്ടെ, ഹല്ലേലൂയ. ഇതൊന്നും ശലോമോൻ ചോദിച്ചില്ല. ശലോമോൻ പറഞ്ഞു നമ്മുടെ ഭാഷയിൽ, കർത്താവ് എനിക്ക് കൃപ വേണം, എനിക്ക് കൃപ വേണം, എനിക്ക് കൃപ വേണം. എനിക്ക് വേറെ ഒന്നും വേണ്ട കർത്താവ്. ഇന്ന് രാത്രി പറയാൻ പറ്റും, എനിക്ക് വേറെ ഒന്നും വേണ്ട കർത്താവ്, എനിക്ക് കൃപ മതി, എനിക്ക് കൃപ മതി, എനിക്ക് കൃപ മതി. ഇവിടെ ഒരു ഭയങ്കര രഹസ്യം കിടപ്പുണ്ട് കേട്ടോ. ദൈവത്തിന് അത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ദൈവം ശലോമോന് പറയാ, എടാ ഇന്ന് വരെ ഞാൻ ആരുടെയൊക്കെ അടുക്കൽ ചെന്നിട്ട് ഇതേ ചോദ്യം ചോദിച്ചിട്ടുണ്ടോ? നിനക്ക് എന്ത് വേണമെന്ന് ചോദിച്ചിട്ടുണ്ടോ? അവരെല്ലാം എന്നോട് ചോദിച്ചത്, കർത്താവേ ശത്രുസംഹാരം വേണം, പിന്നെന്ത് വേണം, പിന്നെ എൻ്റെ സാമ്പത്തിക ലെവലിൽ ഒരു മാറ്റം ഉണ്ടാകണം, സമ്പത്ത് വേണം,
എനിക്ക് 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 പേര് വേണം, എനിക്ക് മാന്യത ഉണ്ടാകണം, ഇതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷെ നീ ഇതൊന്നും ചോദിക്കാതെ എന്നോട് കൃപ ചോദിച്ചത് കൊണ്ട് നീ ചോദിച്ചത് തരുന്നത് കൂട്ടത്തിൽ, അസാധാരണ ദൈവകൃപ നിൻ്റെ മേൽ പകരുന്ന കൂട്ടത്തിൽ നീ ചോദിക്കാത്ത സകല അനുഗ്രഹങ്ങൾ ഞാൻ നിൻ്റെ മേൽ പകരും. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ദൈവമക്കൾക്ക് ചോദിക്കാൻ അറിയത്തില്ല. നമ്മുടെ ദൈവമക്കൾക്ക് ചോദിക്കാൻ അറിയത്തില്ല. നമ്മൾ ലിസ്റ്റ് എഴുതി വെച്ച് പ്രാർത്ഥിക്കുക. എന്താ ലിസ്റ്റ്? ഒന്ന് നിങ്ങളുടെ ലിസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. എൻ്റെ ലിസ്റ്റ് അല്ലേ, ഞാനും നോക്കിക്കോളാം. അപ്പോൾ ഒന്ന് നോക്കിക്കുക എന്തൊക്കെയാണ് ആ ലിസ്റ്റിനകത്തുള്ളത്. ചെറിയ ചെറിയ കാര്യങ്ങളാണെന്നേ, ചെറിയ ചെറിയ കാര്യങ്ങളാണ്, ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അഖിലാണ്ടത്തിൻ്റെ ഉടയവൻ അവനാ മുൻപ് വന്ന് നിൽക്കുന്നത്. അവൻ്റെ കയ്യിലുള്ളതുണ്ടല്ലോ, ലോകത്തിൽ ആർക്കും തരാൻ പറ്റത്തില്ല. ചോദിക്കുവാണെങ്കിൽ അത് ചോദിക്കണം. അത് ചോദിക്കാതെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചോദിച്ച് നമ്മുടെ 7 ദിവസത്തെ ഉപവാസവും വേസ്റ്റാക്കി, എൻകൗണ്ടറും വേസ്റ്റാക്കി നമ്മൾ പോകരുത്. താങ്ക് യു ജീസസ്. നമുക്ക് ചോദിക്കാൻ അറിയത്തില്ല കേട്ടോ. സദൃശവാക്യത്തിലൊരു വാക്യം ഉണ്ട്, കണ്ണട്ടയ്ക്ക് തരിക തരിക എന്ന് 2 മക്കൾ. നമ്മളിങ്ങനെ തരിക 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 എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. അതേ സദൃശവാക്യത്തിലെ മറ്റൊരു വാക്യമാണ്, ശലോമോൻ എഴുതിയ വാക്യമാണ്. വെള്ളിയിലും പൊന്നിലും അനവധി സമ്പത്തിലും, മലയാള ട്രാൻസ്ലേഷനാണ് കേട്ടോ, കൃപ നല്ലത്. വായിച്ചിട്ടുണ്ടോ? വെള്ളിയിലും പൊന്നിലും അനവധി സമ്പത്തിലും എന്താ നല്ലത്? കൃപ നല്ലത്. എന്ത് ശലോമോനെ നീ അങ്ങനെ പറയാൻ കാരണം? ശലോമോൻ സാക്ഷ്യം പറയും. ശലോമോൻ പറഞ്ഞ സാക്ഷ്യം, പണ്ട് ഞാൻ 1000കണക്കിന് യാഗങ്ങൾ കഴിച്ച് ദൈവത്തെ സന്തോഷിപ്പിച്ച് രാത്രിയിൽ എൻ്റെ കൂടാരത്തിൽ ഇറങ്ങി വന്ന ദൈവം എന്നോട് ചോദിച്ചു, മോനെ നിനക്ക് എന്താ വേണമെന്ന്. ഞാൻ സമ്പത്ത് ചോദിച്ചില്ല, ഓ ഹല്ലേലൂയ ഹല്ലേലൂയ, ഞാൻ പേരും പ്രസിദ്ധിയും ചോദിച്ചില്ല, ഞാൻ മാന്യത ചോദിച്ചില്ല, ഞാൻ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ ചിലരിലേക്ക് വചനം വളരെ ആഴത്തിൽ കയറി ഒരു വലിയ ക്രിയ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു വലിയ ക്രിയ നിങ്ങളുടെ ഇന്നർ ബീയിങ്ങിലേക്ക് ഇറങ്ങിയിട്ട് നിങ്ങളെ മുറ്റുമായി മാറ്റുന്ന പരിശുദ്ധാത്മാവ് ഒരു വ്യത്യസ്ത ലെവലിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന ഒരു വലിയ ക്രിയ ചെയ്തുകൊണ്ടിരിക്കുക. ചിലർ ഈ ദൂത് ഏറ്റെടുക്കണം കേട്ടോ. ഒരു അസാധാരണ ഒരു മാറ്റത്തിൻ്റെ അനുഭവത്തിലേക്ക് നിങ്ങൾ കടന്നു പോകുന്ന നാളുകളാണെന്ന് ആൽപേ ലാഭശഖന റംഷെൽഖേനെ രഗതലെ പരിശുദ്ധാത്മാവ് പറയുന്നു. അസാധാരണ മാറ്റത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് പോകുന്ന നാളുകൾ അത്രയും. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. വിക്ടറി ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. വേറെ ഒന്നും ചോദിക്കേണ്ടെന്നേ, കൃപ ചോദിച്ചാൽ മതി. കൃപ മാത്രം ശലോമോൻ ചോദിച്ചപ്പോൾ ദൈവത്തിന് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ദൈവം പറഞ്ഞു, മക്കളെ, ഞാൻ ഇന്ന് വരെ ഇങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല. ഞാൻ ഇന്ന് വരെ ആരുടെയൊക്കെ അടുക്കൽ പോയി ചോദിച്ചു, അവരെല്ലാം എന്നോട് മറ്റ് പലതുമാടാ ചോദിച്ചത്. ചരിത്രത്തിൽ ആദ്യമായിട്ട് എനിക്ക് വേറെ ഒന്നും വേണ്ടപ്പാ, നിൻ്റെ കൃപ മതി എന്ന് പറഞ്ഞ് ഒരുവനെ ഞാൻ കാണുകയാണ്. അതുകൊണ്ട് നിനക്ക് കൃപ മാത്രമല്ല, നീ ചോദിക്കാത്ത സകലത് ഞാൻ നിൻ്റെ മേൽ പകരാൻ പോകും. ആത്മാവിൽ ചിലരെ നോക്കിയിട്ട് ഞാൻ ഇന്ന് രാത്രി പ്രവചിക്കുകയാ, നീ കൃപ ചോദിച്ചു തുടങ്ങിക്കോ. ഹല്ലേലൂയ. നിൻ്റെ ജീവിതത്തിൽ നീ ചോദിക്കാത്ത ചില മേഖലകളുടെ മേൽ ദൈവിക വിടുതൽ വെളിപ്പെടും. ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വലിയ മാറ്റത്തിൻ്റെ നാളുകളാണ്. ദൈവം നിങ്ങളെ ഷിഫ്റ്റ് ചെയ്യുന്ന നാളുകളാണ്. അതുകൊണ്ട് പ്രാർത്ഥനയിൽ ജാമനെ റംഷൽ കമൻ ഒരു പ്രത്യേക ഡയറക്ഷനിലേക്ക് ദൈവം നിങ്ങളെ നയിക്കുന്നത് ഞാൻ കാണുന്നു. ആത്മാവിൽ ഞാൻ കാണുകയാണ്. അതിനൊരു ദൈവോദ്ദേശമുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥനയിൽ ചില നിയോഗങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നിയോഗം നിങ്ങൾ ഏറ്റെടുത്ത് ഒരു വ്യത്യസ്ത ലെവലിലേക്ക് നിങ്ങൾ മാറുവാൻ തയ്യാറായി കഴിയുമ്പോൾ, ഇന്ന് വരെ നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ചില ഇഷ്യൂവിൻ്റെ മേൽ എൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തി ഞാൻ പുതിയതൊന്ന് ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവിൻ്റെ നിയോഗം നൽകുകയാണ്. പുതിയതൊന്ന് ഞാൻ ചെയ്യും. മജന രാംഷൽ ഖമന. കർത്താവേ, അങ്ങനെ നിന്റെ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. കർത്താവ്, ഏതൊക്കെ മേഖലകളിൽ നിൻ്റെ ദാസൻ്റെ ജീവിതത്തിൽ, തൻ്റെ പ്രിയമുള്ളവരുടെ ജീവിതത്തിൽ കർത്താവെ ഒരു പ്രത്യേക നിയോഗത്തിലൊക്കെ നടത്തുവാനുണ്ടോ, അതങ്ങനെ സംഭവിക്കട്ടെ. അങ്ങനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി കൃപ മാത്രം ദൈവമക്കളെ നിങ്ങൾ ചോദിച്ചാൽ മതി. വേറെ ഒന്നും വേണ്ടപ്പാ, എനിക്ക് നിൻ്റെ കൃപ മതി. അന്ന് രാത്രി ശലോമോനോട് ദൈവം പറഞ്ഞു, കൃപ ചോദിച്ച നിനക്ക് സകലതുമുണ്ട്. ആ അനുഭവത്തിൽ നിന്ന് ശലോമോൻ എഴുതി വെച്ചത്, അനവധി സമ്പത്തിലും വെള്ളിയിലും പൊന്നിലും കൃപ നല്ലത്. കൃപ ചോദിക്കുന്നവനെ കർത്താവിന് ഇഷ്ടമാണ് കേട്ടോ.
നീ ദാതാവിനെ അറിഞ്ഞ് ചോദിക്കണം. ദാതാവ് നിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ആരാണ്, നിൻ്റെ മുറിക്കകത്ത് ഇറങ്ങി വന്നത് ആരാണ്, അത് അറിഞ്ഞ് ചോദിക്കണം. ശലോമോൻ അങ്ങനെ ചോദിച്ചു. അങ്ങനെ ചോദിച്ചത് കൊണ്ട് അവൻ്റെ കാലഘട്ടത്തിലെയും അവൻ്റെ മുൻപോട്ടുള്ള കാലഘട്ടത്തിലെയും പിൻപോട്ടുള്ള കാലഘട്ടത്തിലെയും അവൻ്റെ സമകാലികർ, അവൻ്റെ പിൻപിലുള്ളവർ എല്ലാവരെക്കാൾ അപ്പുറമായി കൂട്ടുകാരിൽ പരമായിട്ട് ദൈവം അവനെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു. മൈ ഗോഡ്, എന്തുകൊണ്ട് അഭിഷേകം ചെയ്തത്? ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു. കൂട്ടുകാരിൽ പരമായിട്ട് ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു. വേഗത്തിൽ ഞാൻ ഈ വചനം, സമയം ഒത്തിരി മുമ്പോട്ട് ഓടിപ്പോയി, വേഗത്തിൽ ഈ വചനത്തിൻ്റെ 2ാം ഭാഗത്തിലേക്ക് വരാം. ഇത് മഷിയാനിക്കാണെന്നും ഞാൻ പറഞ്ഞു. എബ്രായ ലേഖനം 1:9 എഴുതിയിട്ടുണ്ട്, ഇതേ വാക്യം കോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഹീബ്രു ചാപ്റ്റർ 1:9 അവിടെ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയാ, കൂട്ടുകാരിൽ പരമായിട്ട് ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു. ഹല്ലേലൂയ. യെശയ്യാവ് 49 അത് പറയുന്നുണ്ട്. നീ കേവലം ഇസ്രായേലിന് രക്ഷകനായിരിക്കാതെ വേണം. അങ്ങനെ ആ വാക്യത്തിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് യെശയ്യാവ് 49, യേശു കർത്താവിനെ കുറിച്ചുള്ള ഡയറക്റ്റ് പ്രോഫസിയാ കേട്ടോ. യെശയ്യാവ് 49, നീ കേവലം യഹൂദാജനത്തിന് രക്ഷകനായിരിക്കാതെ, ഹല്ലേലൂയ, ജാതികൾക്ക് മുഴുവൻ നീ പ്രകാശമായി മാറാൻ പോകുക. കേവലം യഹൂദാജനത്തിന് വേണ്ടി മാത്രമല്ല നിന്നെ ഉപയോഗിക്കാൻ പോകുന്നത്, ഹല്ലേലൂയ, മറിച്ച് ഹല്ലേലൂയ, നീ ജാതികൾക്ക് മുഴുവൻ ഒരു വിടുതലായി, ഒരു അനുഗ്രഹമായി നീ തീരാൻ പോകുക. 7ാമത്തെ വാക്യം 49 7ാം വാക്യത്തിൽ പറയുന്നു, വിശ്വസ്തനായ യഹോവ നിമിത്തം നിന്നെ തിരഞ്ഞെടുത്ത ഇസ്രായേലിൻ പരിശുദ്ധ നിമിത്തം രാജാക്കന്മാർ കണ്ട് എഴുന്നേൽക്കുകയും പ്രഭുക്കന്മാർ കണ്ട് നമസ്കരിക്കുകയും ചെയ്യും. രാജാക്കന്മാർ നിന്റെ മുമ്പിൽ നമസ്കരിക്കുമെന്ന്, പ്രഭുക്കന്മാർ നിന്റെ മുമ്പിൽ നമസ്കരിക്കുമെന്ന് കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്. സകല നാമത്തിനും മേലായ നാമം, എല്ലാ നാമത്തിനും മേലായ നാമം കൂട്ടുകാരിൽ പരമായിട്ട് ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. ഞാൻ അത്രയും പറഞ്ഞ ആ ഭാഗം അങ്ങ് വിടുകയാണ്. ഏറ്റവും സുപ്രീം യേശുവാണ് കേട്ടോ. അവനേക്കാൾ വലിയൊരു നാമമില്ല. കംപ്ലീറ്റ് 45ാം സങ്കീർത്തനത്തിലെ പ്രോഫസിയുടെ നിവർത്തീകരണം യേശു ക്രിസ്തുവിലാണ്. 3ാമത്തെ ഭാഗം ഇതിൻ്റെ ഒരു ആത്മിക ആപ്ലിക്കേഷനാണ്. 3ാമത്തെ ഭാഗത്തിൽ നാം ഓരോരുത്തരുമുണ്ട്. നമ്മുടെ മേൽ ഓരോരുത്തരുടെ മേലും ഒരു ആനന്ദ തൈലത്തിൻ്റെ അഭിഷേകം നൽകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ആനന്ദ തൈലത്തിൻ്റെ അഭിഷേകം. ഈ ആനന്ദ തൈലം എന്ന പ്രയോഗം യെശയ്യാവിൻ്റെ പുസ്തകത്തിലും ഉപയോഗിച്ചിട്ടുണ്ട്. 61ാം അധ്യായത്തിൽ 3ാമത്തെ വാക്യത്തിൽ, യെശയ്യാവ് 61ൻ്റെ 3ാമത്തെ വാക്യത്തിൽ അവിടെയും ഈ ആനന്ദ തൈലം എന്ന പ്രയോഗം ഉപയോഗിച്ചിട്ടുണ്ട്. യെശയ്യാവ് 61 നമുക്കറിയാം, യേശു കർത്താവിനെ കുറിച്ചുള്ള പ്രോഫസിയാണ് യെശയ്യാവ് 61 പറയുന്നത്. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നതുകൊണ്ട് യഹോവയായ കർത്താവിൻ്റെ ആത്മാവിൻ്റെ മേലിരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറിവ് കിട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാനും. അങ്ങനെ പറഞ്ഞു വന്നിട്ട് 3ാമത്തെ വാക്യത്തിൽ പറയാ, സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും. ഇപ്പൊ ദുഃഖത്തിന് പകരമായിട്ടുള്ളതാണ് ആനന്ദ തൈലം. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിളിക്കകത്തുള്ള ഒരു ശുശ്രൂഷയാണ് ദുഃഖിച്ചിരിക്കുന്നവൻ്റെ മേൽ ആനന്ദ തൈലം പകരുക. ഇന്ന് രാത്രി അങ്ങനെയാണെങ്കിൽ വലിയ പിരിമുറുക്കത്തോട് ദൈവസന്നിധി വന്നിട്ടുള്ള ചിലരെ നോക്കി ഞാൻ ആത്മാവിൽ ദൂത് പറയുക, നിന്റെ മേൽ കർത്താവ് ഒരു ആനന്ദ തൈലം പകരാൻ ആഗ്രഹിക്കുന്നു. ഏതാണ് ആനന്ദ തൈലം? സന്തോഷം നൽകുന്ന എണ്ണ ഏതാണ്? യാതൊരു സംശയമില്ല, അതാണ് പരിശുദ്ധാത്മാവ്. സന്തോഷം നൽകുന്ന എണ്ണ. ഞാൻ പറഞ്ഞില്ല, ഒത്തിരി പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടെന്നേ. എനിക്കും ഉണ്ടെന്നേ. ഹല്ലേലൂയ, നമുക്ക് എല്ലാവർക്കും ഉണ്ടെന്നേ. പക്ഷേ ദൈവസന്നിധി വന്ന പരിശുദ്ധാത്മാവിനാൽ ഒന്ന് സ്പർശിക്കപ്പെട്ട് കഴിയുമ്പോൾ ഈ സങ്കടമൊക്കെ എങ്ങോട്ട് പോയെന്ന് നമുക്കറിയത്തില്ല. കഴിഞ്ഞ സൺഡേയിലെ ഞങ്ങളുടെ ചർച്ച് ഭയങ്കര സന്തോഷമായിരുന്നു. കഴിഞ്ഞ സൺഡേ എൻ്റെ നല്ല സൺഡേ. ഈ വചനങ്ങളിൽ ഒരു ഭാഗം സന്തോഷം മനസ്സിനെ എങ്ങനെ സ്വാധീനിച്ച് ശരീരത്തെ സൗഖ്യമാക്കുന്നതെന്നാണ് പ്രസംഗിച്ചത്. അപ്പം ഞങ്ങളുടെ കൊയർ സ്റ്റേജിൽ വന്നിട്ട് അവർ കഴിഞ്ഞ സൺഡേ പാടി, ആനന്ദത്തോടെ ആടും
കാൽകൾ. ആ പാട്ടൊക്കെ നമ്മൾ പാടുമോ മാസ്റ്റർ? പക്ഷെ ഞങ്ങൾ പാടി അങ്ങ് ഡാൻസ് ചെയ്ത് കേട്ടോ. ഹൃദയത്തിലൊക്കെ സന്തോഷം നിറയാണെന്ന്. സന്തോഷമില്ലാത്തവൻ ആ പാട്ട് കേട്ട വളരെ ബോറായിട്ട് തോന്നുന്നു. ഒരു ആനന്ദം ഇല്ലാത്തവന് ആനന്ദത്തോടെ ആടുന്ന് കരഞ്ഞുകൊണ്ട് പാടാനൊക്കെ. ഇത് ഉള്ളിൽ അല്ലേ സന്തോഷം അങ്ങോട്ട് നിറഞ്ഞു കഴിയുമ്പോൾ ഹല്ലേലൂയ. ശരിക്കും സന്തോഷം അനുഭവിച്ചിട്ടുണ്ടോ? ഈ രക്ഷയുടെ സന്തോഷം അനുഭവിച്ചിട്ടുണ്ടോ? ഓ കർത്താവേ സ്തോത്രം. പിന്നെ ഞങ്ങൾ പാടി ആഹാ ഇമ്പം 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 ഇനിയും എന്നും ഇമ്പമേ. ഇത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇത് ലോട്ടറി അടിച്ചൊരു സന്തോഷമാണോ? അല്ല. ഞാൻ ഞങ്ങളുടെ ചർച്ച കഴിഞ്ഞ ദിവസം പറഞ്ഞു, എനിക്ക് ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ താഴെ ഇറങ്ങാൻ ഇപ്പം നാണമാണ്. മറ്റൊന്നുമല്ല കേട്ടോ, ഞങ്ങളുടെ വാച്ച്മാൻ ഗേറ്റ് തുറന്നു തരും. ഞാൻ എല്ലാ ദിവസവും അവനെ കാണുമ്പോൾ ഗേറ്റ് തുറന്നു തരുമ്പോൾ നന്നായിട്ട് അവനെ കണ്ടിട്ട് ഞാൻ ചിരിക്കും. ഞാൻ അകത്ത് വരുമ്പോൾ ചിരിക്കും, പുറത്ത് പോകുമ്പോൾ ചിരിക്കും. മാർക്കറ്റിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ചിരിക്കും. ഒരു ദിവസം 10 പ്രാവശ്യം ഞാൻ കയറി ഇറങ്ങുകയും ചെയ്യും. അന്നേരം എല്ലാം ഇവനെ നോക്കി ചിരിക്കും. സാധാരണഗതിയിൽ ഞങ്ങളുടെ ബോംബെ കൾച്ചർ അനുസരിച്ച് വാച്ച്മാന്മാരുടെ സെല്യൂട്ട് നമുക്ക് വേണം, നമ്മളാരെയും നോക്കി ചിരിക്കാറില്ല. നമ്മൾ സ്വല്പം നമ്മുടെ സേട്ടല്ലേ, നമ്മളിങ്ങനെ മസിലൊക്കെ പിടിച്ചിരിക്കണം. പക്ഷെ ഞാനങ്ങ് ചിരിക്കും. അപ്പോൾ ഇടയ്ക്ക് എനിക്ക് തോന്നിയടാ ഇവന് തോന്നുമോ എനിക്ക് വട്ടാണെന്ന്. ഇയാൾ എന്തുകൂടെ ഈ പോകുമ്പോഴും വരുമ്പോഴും എല്ലാം ചിരിച്ചോണ്ട് നടക്കുന്നത്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ താഴെ പണ്ടൊരു മെഡിക്കൽ സ്റ്റോർ ഉണ്ടായിരുന്നു. ഒരു DYSP, റിട്ടയർഡ് DYSPയുടെ മരുമോൻ്റെ കടയാണ്. അപ്പോൾ പുള്ളി ഇടയ്ക്കൊക്കെ ആ കട വന്നിരിക്കുക, ഒരു മെഡിക്കൽ സ്റ്റോറാണ്. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ ദൂരേക്കൂടെ പോകുന്ന കണ്ടിട്ട് പുള്ളി എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, നീ എന്താടാ എപ്പോഴും ഇങ്ങനെ ചിരിച്ചോണ്ട് നടക്കുന്നത്? നിന്റെ മുഖത്ത് ഭയങ്കര സന്തോഷമാണല്ലോ. ഹല്ലേലൂയ. ആള് റിട്ടയർഡ് DYSPയാ, പക്ഷെ അദ്ദേഹത്തിന് ചിരിക്കാൻ പറ്റുന്നില്ലെന്നേ. നമുക്കെന്തുവാ ഭയങ്കര ബാങ്ക് അക്കൗണ്ടിൽ ഇങ്ങനെ പൈസ കുമിഞ്ഞു കൂടി ഇരുന്നിട്ടാണോ നമ്മൾ ഈ ചിരിച്ചോണ്ട് നടക്കുന്നത്? ആണോ? അല്ല. അവരെ കാട്ടിലും വലിയ ടെൻഷൻ നമുക്കുണ്ട്. നമുക്കൊക്കെ ടെൻഷൻ പറഞ്ഞാൽ നാട്ടുകാർക്ക് മനസ്സിലാകുമോ? ഞങ്ങളിപ്പം ബോംബെയിൽ ഇപ്പം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഞങ്ങളുടെ അയൽസഭകളിലൊക്കെ ആളുകൾ കയറി അടിക്കുകയും പ്രശ്നം ഉണ്ടാക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങൾ എല്ലാ സൺഡേയിലും രാവിലെ കർത്താവേ ഇന്ന് സൂക്ഷിച്ചോണേ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചു പോകുന്നത്. സഭായോഗം കഴിയുമ്പോൾ ഒരു ദീർഘനിശ്വാസം വിടും, ഇന്നൊന്നും പറ്റിയില്ലല്ലോ. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കാം എന്നുള്ള സ്ഥിതിയിൽ ഇന്ന് ഞങ്ങളുടെ മീരാ റോഡ് ബൈന്ദറിലെ പാസ്റ്റേഴ്സ് എല്ലാം കൂടെ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ പോലീസ് അധികാരികളെ കാണാൻ പോയിരിക്കുകയായിരുന്നു. കാരണം ഞങ്ങൾക്ക് വലിയ ശല്യമാണെന്ന് പറയാൻ വേണ്ടി. ഹല്ലേലൂയ. എനിക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ, കാരണം ഞാനിന്ന് ന്യൂ ബോംബെയിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് എനിവേ പേടിയാ കേട്ടോ, ഭയങ്കര ഭയന്ന രാവിലെ സഭായോഗത്തിന് പോകുന്നത്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. പക്ഷേ ആരാധന അങ്ങോട്ട് മൂത്ത് കഴിയുമ്പോൾ സ്റ്റേജിൽ നിന്ന് പാടും, ആനന്ദത്തോടെയാടും എൻ കാൽകൾ. ശരിയല്ലേ? എവിടുന്നാ സഹോദര ഈ പാട്ട് വരുന്നതെന്നറിയാം? ഈ പാട്ട് ബ്രെയിനിൽ നിന്ന് വരുന്ന പാട്ടല്ല. ഈ പാട്ട് അകത്ത് സ്വർഗരാജ്യം, ദൈവരാജ്യത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം അങ്ങോട്ട് നിറഞ്ഞിട്ട്. ഇനി ഞാനൊരു രഹസ്യം പറയാം. ഈ തൈലത്തിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഈ തൈലത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇത് പൂശിക്കഴിഞ്ഞാൽ ഹല്ലേലൂയ, ഈ അഭിഷേകം വീണ് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നിങ്ങൾ എത്ര പേർ അനുഭവിക്കുന്നു? പരിശുദ്ധാത്മാവ് ഒരുത്തൻ്റെ മേൽ ഒന്ന് വന്നാൽ, അവൻ്റെ മേൽ ഒന്ന് അഭിഷേകം ചെയ്താൽ, ഒന്ന് പറഞ്ഞാട്ടെ, കൂട്ടുകാരിൽ പരമായിട്ടുള്ള ഒരു സന്തോഷത്തിൻ്റെ അഭിഷേകത്തിന് വേണ്ടി ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. കൂട്ടുകാരൻ്റെ കാറിനെക്കാട്ടിൽ വലിയ കാറ് കിട്ടണമെന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങൾ ഫസ്റ്റ് ലെവലിൽ നിൽക്കുന്ന ആളെ കേട്ടോ. പക്ഷെ കൂട്ടുകാരനില്ലാത്ത ഒരു സന്തോഷത്തിൻ്റെ അഭിഷേകം, കൂട്ടുകാരനില്ലാത്ത ഒരു കൃപ, കൂട്ടുകാരനില്ലാത്ത ഒരു പ്രവചനാത്മാവ്. ഹല്ലേലൂയ. യേശുപ്പ നീ എൻ്റെ മുറിയിലൊന്ന് ഇറങ്ങി വരണം കേട്ടോ, എനിക്ക് നിന്നെ ഒന്ന് കാണണം, ഒന്ന് തൊടണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യേശുപ്പ പറയും, എടാ ഇത് സാധാരണ ഒരു പ്രാർത്ഥനയല്ല. എഫെസ്യ ലേഖനത്തിലില്ലേ, ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായി. എന്താ ചോദിച്ചത് കാറും വീടുമൊന്നുമല്ല, ചോദിച്ചത് കൃപയാ. അപ്പൊ കർത്താവ് പറഞ്ഞു, ചോദിക്കാത്തതോടെ ഞാൻ നിനക്ക് തരാൻ പോവുക. അല്ലല്ലോ, ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങാമോ ഇന്ന് രാത്രി? താങ്ക് യു ജീസസ്. ഒരു ആനന്ദ തൈലത്തിൻ്റെ അഭിഷേകം. സങ്കടപ്പെട്ടിരിക്കുന്നവൻ്റെ മേൽ, ദുഃഖിച്ചിരിക്കുന്നവൻ്റെ മേൽ,
യേശു കർത്താവ് പകരുന്ന അഭിഷേകമാ ആനന്ദ തൈലത്തിൻ്റെ അഭിഷേകം. കഴിഞ്ഞ ദിവസം ഒരു വാത്സല്യ ഭവനത്തിൽ പ്രാർത്ഥിക്കാൻ പോയി. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുമ്പോൾ, കർത്താവെ, ഈ ദൈവമക്കൾക്ക് വേണ്ടി നീ പ്രവർത്തിക്കണം, എന്താ അവരുടെ ആവശ്യം എന്ന് ചോദിച്ചപ്പം കർത്താവിൻ്റെ ആത്മാവ് എനിക്കൊരു ദർശനം തന്നു. വളരെ വിചിത്രമായൊരു ദർശനം. ഭയങ്കര ഇമ്പാക്റ്റ് ആ ദർശനം എൻ്റെ മേലുണ്ടാക്കിയത്. ഞാൻ കണ്ടു എൻ്റെ ദർശനത്തിൽ, ഞാൻ ഈ സഹോദരനൊരു മാതളപ്പഴം അല്ലേ, എന്താ പറയുന്നത്, അനാർ ഹല്ലേലൂയ, പൊമഗ്രാനേറ്റ് എന്ന് പറയത്തില്ലേ, മാതള നാരങ്ങ. ഞാൻ ഇദ്ദേഹത്തിന് ഒരു മാതള നാരങ്ങ ഇങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുക്കുന്നു. ഹല്ലേലൂയ. അപ്പം ഞാൻ കർത്താവിനെ വിളിച്ചു, കർത്താവേ, എന്താ ഈ ദർശനത്തിൻ്റെ അർത്ഥം? ഞാൻ മാതള നാരങ്ങ അനാർ പൊട്ടിച്ച് ഞാൻ കൊടുക്കുന്നു, ഇതെന്താ ഇതിൻ്റെ അർത്ഥം? അപ്പം കർത്താവ് എന്നോട് പറഞ്ഞു, ശ്രദ്ധിച്ച് കേൾക്കണേ, നമ്മൾ ഈ പഴയ നിയമത്തിലെ പുരോഹിതന്മാരുടെ, മഹാപുരോഹിതൻ്റെ അല്ലേ, വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ ഒരു മാതളപ്പഴം, ഒരു മണി, ഒരു മാതളപ്പഴം, ഒരു മണി, ഇങ്ങനെ ഇടകലർന്ന് അതിന്മേൽ ഞാത്തിയിട്ടിരിക്കുന്നൊരു കാഴ്ച വേദോസത്തിൽ കണ്ടിട്ടില്ലേ? എന്താ ഇതിൻ്റെ അർത്ഥം എന്നറിയാമോ? ഈ മണി കിലുങ്ങിക്കൊണ്ടിരിക്കും, സൗണ്ട് ഉണ്ട് കേട്ടോ. മാതളപ്പഴം ഇടയ്ക്കിങ്ങനെ ഓരോ ഗ്യാപ്പിനും വന്നുകൊണ്ടിരിക്കുക. ഇതിന് ഭയങ്കര ഒരു സ്പിരിച്വൽ മീനിങ് ഉണ്ട്, ഒരു വലിയ ഡെപ്തുള്ള സ്പിരിച്വൽ മീനിങ് ഉണ്ട്. സ്പിരിച്വൽ മീനിങ്, ഈ മണികിലുക്കം, മഹാപുരോഹിതൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിലുള്ള ആ മണികിലുക്കം പുതിയ നിയമ കാഴ്ചപ്പാടിൽ കൃപാവരങ്ങളെ കാണിക്കുന്നത്. എന്തിനാ കാണിക്കുന്ന? കൃപാവരങ്ങളെ. 9 17 എത്ര എണ്ണമാകട്ടെ, ചിലർ ഇവിടുന്ന് 17 കൃപാവരം ഉണ്ടെന്ന് പറഞ്ഞു, ചിലർ 25 വരെ എണ്ണിയിട്ടുണ്ട് വേദോസത്തിൽ നിന്ന്. ചിലർ ഇവിടുന്ന് കുരുതിലഹന മാത്രം എടുത്താൽ മതി 9 എണ്ണം എന്ന് പറയുന്നു. എന്തായാലും നമുക്ക് വഴക്കൊന്നും ഉണ്ടാക്കണ്ട. 17 ആണെങ്കിലും 25 ആണെങ്കിലും അവൻ്റെ കൊട്ടയ്ക്കകത്ത് കൃപാവരത്തിനൊന്നും കുറവില്ല കേട്ടോ. അത്രയ്ക്ക് കൊടുക്കാൻ കയ്യിലുള്ളവനാ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അവനോട് ചോദിച്ചാൽ അതൊക്കെയാണ് ചോദിക്കേണ്ടത്. ഈ മണികിലുക്കം അല്ലേ, മണികിലുക്കം, ശ്രദ്ധിച്ച് കേൾക്കണേ. എന്തിനാ ഈ മണികിലുക്കുന്നതെന്നറിയാമോ? മഹാപുരോഹിതൻ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കയറി ചെല്ലുമ്പോൾ ഈ മണി കിലുങ്ങുന്നുണ്ടെങ്കിൽ പുറത്ത് നിൽക്കുന്ന ശ്രദ്ധിച്ചിരിക്കുക, അകത്ത് മണികിലുക്കം ഉണ്ടോ, അതിൻ്റെ അർത്ഥം ആൾ ജീവനുണ്ടെന്നാ. മണികിലുക്കം നിന്നാൽ അതിൻ്റെ അർത്ഥം ആൾ ചത്തെന്നാ. ഇനി ഞാൻ ഇടയ്ക്ക് ഒരു ചെറിയ ദൂത് പറയാം. സഭയ്ക്കകത്ത് മണികിലുക്കം ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം സഭ ചത്തെന്നാ. ഇനി കാലിൽ ഒരു കയറ് കെട്ടി വലിച്ച് പുറത്തോട്ട് ഇങ്ങെടുത്താൽ മതി. ഹല്ലേലൂയ. കൃപാവരത്തിൻ്റെ മണികിലുക്കം നിന്നുപോയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് പറയുന്നത് സങ്കടമുണ്ട്. പോകട്ടെ, മണികിലുക്കം വേണം. പക്ഷേ വേറൊരു പ്രശ്നമുണ്ട്. ഇന്ന് മണികിലുക്കം മാത്രം മതി പലർക്കും. 40 ദിവസം ഉപൂസിച്ച് കളയും. എന്തിനു വേണ്ടി? പ്രവചനവരം കിട്ടാൻ വേണ്ടി. മണികിലുക്കം മാത്രം മതി. പക്ഷേ ഇടയ്ക്ക് കിടക്കുന്ന ഈ മാതള നാരങ്ങയായോ? അപ്പം കർത്താവ് എന്നോട് പറഞ്ഞ, മോനെ, ഈ ആത്മാവിന് 2 പ്രവൃത്തിയുണ്ട്. ഒന്ന് വരങ്ങൾ, മറ്റത് ഫലങ്ങൾ. മറ്റേതെന്താണ്? ഫലങ്ങൾ. അപ്പോൾ ഈ മാതള നാരങ്ങ ഫലത്തെ കാണിക്കുന്നതാണ്. ഗലാത്യ ലേഖനം 5:22 അല്ലേ? അവിടെ എന്താ എഴുതിയിരിക്കുന്നത് അറിയാം? ഗലാത്യർ 5:22 എഴുതിയിരിക്കുന്നത് ആത്മാവിൻ്റെ ഫലങ്ങളാണ്. ആത്മാവിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ്? ആത്മാവിൻ്റെ ഫലങ്ങൾ ആരെങ്കിലും ഒന്ന് വിളിച്ചു പറഞ്ഞാട്ടെ. അയ്യോ, ഇതൊക്കെ പഴയ ചെറിയ വാക്യങ്ങളല്ലേ. ദയ, എന്തോ ഒന്നും എനിക്ക് കിട്ടിയില്ല. സന്തോഷം, അവിടെ ഒന്ന് നിർത്തട്ടെ. ജോയ്. അപ്പൊ ആത്മാവിൻ്റെ ഫലമാണ് ജോയ്. ഹലോ, സന്തോഷം. ബാക്കിയെല്ലാം മാറ്റി വെക്കാം. ഞാൻ ഇന്ന് രാത്രി എടുത്തത് ആനന്ദ തൈലമാ, അതുകൊണ്ട് അത് മാത്രം പറഞ്ഞിട്ട് അങ്ങ് നിർത്തുകയാ. ഇന്ന് രാത്രി ചിലർ പ്രാർത്ഥിക്കണം, കർത്താവെ, മണികിലുക്കം മാത്രമല്ല, എനിക്കൊരു മാതള നാരകത്തിൻ്റെ പഴം ഇന്ന് രാത്രി വേണം. എൻ്റെ ജീവിതത്തിൽ ഒരു സന്തോഷം വേണം. പ്രാർത്ഥിക്കാൻ പറ്റുമോ? ആത്മാവിൻ്റെ ഫലമാ സന്തോഷം കേട്ടോ. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കേവലം കൃപാവരങ്ങൾ മാത്രമല്ല, മണികിലുക്കങ്ങൾ മാത്രമല്ല, ചിലർക്ക് സന്തോഷം വേണം, ചില കുടുംബങ്ങൾക്കൊക്കെ സന്തോഷം വേണം, ചില വ്യക്തികൾക്ക് സന്തോഷം വേണം. Can you examine yourself? ഒന്ന് സ്വയം ശോധന ചെയ്യാൻ പറ്റുമോ? കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എത്രമാത്രം സന്തോഷമുണ്ട്. I'm not talking about a psychological state of mind. ലോകം തരുന്ന ഒരു സന്തോഷത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നിട്ട് എല്ലാ സിറ്റുവേഷനും മോശമായി പോകുമ്പോഴും അതിനപ്പുറമായിട്ട്
എടുത്ത് തിരത്തള്ളുന്നൊരു സന്തോഷം. ഭയമുള്ള സമയത്തും ആടിപ്പാടി പറയുക, ആഹാ ഇമ്പം ഇമ്പം ഇമ്പം, ഇനിയും എത്ര ഇമ്പമേ എൻ ജീവിതത്തിൻ നൗകയിൽ താൻ വന്ന നാൾ മുതൽ പറയാൻ പറ്റുമോ? ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. സമയങ്ങൾ തീർന്നിരിക്കുന്നു. ഞാൻ വാക്കുകളെ നിർത്തുകയാണ്. കണ്ണുകളെ അടച്ച് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാ ദൈവമക്കളും ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഷഖനാരാംതന. കർത്താവ് ഇന്ന് രാത്രി വചനം പറയുമ്പോൾ തന്നെ ചില ദൈവമക്കളുടെ മേൽ അസാധാരണമാകുന്ന ഒരു ആത്മാവിൻ്റെ ഫലമായിട്ടുള്ള സന്തോഷവും സമാധാനവും ഒക്കെ നിറയുന്നത് ഞങ്ങൾ കാണുന്നു. അവർ അതുകൊണ്ട് തന്നെ വിശ്വസ്തരായിരിക്കട്ടെ, അതുകൊണ്ട് തന്നെ അവർ പരോപകാരപ്രദരായിരിക്കട്ടെ. ആത്മാവിൻ്റെ ഫലങ്ങൾ കർത്താവേ, കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ദർശനം പോലെ തന്നെ ഈ നിൻ്റെ മക്കൾക്ക് അവർ ചോദിച്ചതിലപ്പുറമായിട്ടുള്ള ആത്മാവിൻ്റെ ഫലങ്ങൾ പകർന്ന് പ്രാർത്ഥിക്കുന്നു. മാതള നാരങ്ങ തണുപ്പിക്കുന്നത് പോലെ ഈ നിൻ്റെ മക്കളുടെ ജീവിതത്തിൽ വലിയ തണുപ്പുണ്ടാകട്ടെ. ശുശ്രൂഷ ചെയ്യുന്ന ചില ദൈവദാസന്മാരുടെ ജീവിതത്തിൽ ഒരു അസാധാരണത്വത്തിലേക്ക് നടക്കുവാനുള്ള ഒരു സീഡ് ഇന്ന് രാത്രി പകർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ സഹായിക്കണം. എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. വചനം പ്രസംഗിക്കുക, രോഗികളെ സൗഖ്യമാക്കുക എന്ന് കൽപ്പിച്ച കൽപ്പന നിമിത്തം യേശുക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ എല്ലാ രോഗാത്മാക്കളോടും എല്ലാ രോഗബന്ധനങ്ങളോടും എല്ലാ പൈശാചിക ബന്ധനങ്ങളോടും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോവാൻ കൽപ്പിക്കുന്നു. റൈറ്റ് നൗ, ഇപ്പോൾ തന്നെ ഇൻ ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ്, എല്ലാ മേഖലയിലും നിന്റെ ജനം സൗഖ്യം പ്രാപിക്കട്ടെ, വിടുതൽ അനുഭവിക്കട്ടെ. അങ്ങനെ സംഭവിച്ചിരിക്കൽ സ്തോത്രം യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.